العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. ഇൽമിന്റെ സദസ്സുകളിൽ അടുത്തിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. സഹീഹ് ബുഖാരിയിലെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹദീസുൻ നഫർ സലാസ എന്നറിയപ്പെടുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിലിരിക്കുമ്പോൾ 3 ആൾക്കാർ അങ്ങോട്ട് വന്നു. സുഖമില്ലാത്ത ആൾക്കാർക്ക് ബാധകമല്ല കേട്ടോ, എന്തെങ്കിലും നടുവേദനയൊക്കെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. പൊതുവായ നിയമം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് 3 ആൾക്കാർ കടന്നു വന്നു. അതിലൊരാള് ഏറ്റവും മുന്നിൽ ഒരു വിടവ് കണ്ടു, അവിടെ വന്നിരുന്നു. രണ്ടാമത്തെ അയാള് ഏറ്റവും ബാക്കിൽ എവിടെയാണോ സദസ്സ് അവസാനിക്കുന്നത് അവിടെ ഇരുന്നു. മൂന്നാമത്തെ ആള് തിരിഞ്ഞുപോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖബരിൻ നഫരി സലാസ, ആ 3 പേരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഈ സദസ്സ് തുടങ്ങിയതിനു ശേഷം വന്ന 3 ആൾക്കാരെ പറ്റി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മൽ അവ്വൽ, ആദ്യത്തെ ആള് ഫഅവാ ഇലല്ലാഹി ഫഅവാഹുല്ലാഹ്, അള്ളാഹുവിലേക്ക് അവൻ അഭയം തേടി, എന്നാൽ അള്ളാഹുവിന് അഭയം കൊടുത്തു. അവൻ ചെയ്തത് ചെറിയൊരു കാര്യമാണ്. ഒരു ഇൽമിന്റെ സദസ്സിൽ മുന്നിൽ വന്നിരുന്നു. അപ്പൊ അള്ളാഹുവിലേക്ക് അവൻ അടുത്തു, അള്ളാഹു അവനെ ഏറ്റെടുത്തു, അവൻ അഭയം കൊടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അഭയം എത്ര ആവശ്യമുള്ളവരാണ്. നമ്മുടെ ദീനിയായ കാര്യങ്ങളിലും ദുനിയവിയായ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷേ ഇവിടെ സംസാരിക്കുന്ന എന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ഒക്കെ ഇഖ്ലാസിന്റെ കുറവുകൊണ്ടും ഇൽമിന്റെയും തഖ്വയുടെയും ഒക്കെ കുറവുകൊണ്ട് ഈ സദസ്സിൽ അത് നടന്നുകൊള്ളണമെന്നില്ല, അള്ളാഹു ഈ അഭയം തരിക എന്നുള്ള കാര്യം. പക്ഷേ ഏതെങ്കിലും ഒരു സദസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നല്ല ഇഖ്ലാസോടെ തഖ്വയോടെ ഇരിക്കുകയായിരുന്നെങ്കിൽ അന്ന് ചിലപ്പോ ഈ സംഗതി സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കും. വഅമ്മസാനി, രണ്ടാമത്തെ ആള് ഫസ്തഹ്യ അല്ലാഹു മിൻഹു, അവൻ നാണിച്ചു. അപ്പൊ അള്ളാഹും അവന്റെ കാര്യത്തിൽ ലജ്ജ കാണിച്ചു എന്ന് പറഞ്ഞാല് അള്ളാഹു അവന് കൊടുക്കുന്ന ഖൈർ കുറവായിരിക്കും. അവൻ മടിച്ചു നിന്നതുകൊണ്ട് അള്ളാഹു അവന് കൊടുക്കുന്ന കാര്യത്തിലും കുറവ് വരുത്തും. മൂന്നാമത്തെ ആൾ തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹു അവനെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ ഇത് ഞാൻ എന്റെ ക്ലാസിന്റെ മഹത്വം പറയാല്ല, ഇതൊരു ശീലമാക്കിയാല് എല്ലാ സ്ഥലത്തും നമ്മളിത് പാലിച്ചാല് എവിടെയെങ്കിലും ഒരു സദസ്സ് ഒരു പക്ഷേ ഈ പറഞ്ഞ ഫള് ഈ പറഞ്ഞ നേട്ടം നമുക്ക് ലഭിച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ നന്നാകാനുള്ള സബബായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇത് ഒരു അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഇൽമിന്റെ മജ്ലിസുകൾ അടുത്തിരിക്കുക എന്നുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബിയും സഹാബത്ത് യാത്ര ചെയ്യുമ്പോൾ അവര് ഒരു സ്ഥലത്തിറങ്ങി. അവിടെ അവര് വിശ്രമിക്കാൻ വേണ്ടി കുറച്ച് സമയം തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയിരിക്കാൻ തുടങ്ങി. മരുഭൂമിയാണ്, വിശാലമായ സ്ഥലമാണ്, അതുകൊണ്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തഫറഖക്കും ഹാദാ മിനശ് ശൈത്താൻ, നിങ്ങൾ ഇങ്ങനെ അകന്നിരിക്കുന്നത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നു, പിന്നെ അതിനുശേഷം അവരൊരു സ്ഥലത്ത് ഇറങ്ങിയാൽ പരസ്പരം തൊട്ടാണ് ഇരിക്കാറുള്ളത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗം. പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് അകന്നിരിക്കേണ്ടി വന്നാൽ ആ അളവിൽ മാത്രം. നമ്മുടെ മനസ്സിൽ ആഗ്രഹം അടുത്തിരിക്കാനായിരിക്കണം. അതിന് പറ്റുന്ന സ്ഥലത്തൊക്കെ അതിന് നമ്മൾ ശ്രമിക്കുകയും വേണം. നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് വായിക്കുന്നത് സലഫു സാലിഹീങ്ങളുടെ ചില അസറുകൾ, സുഹുദിനെ കുറിച്ച്, ഭൗതിക വിരക്തിയെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ, അത് ശേഖരിച്ച ഏതാനും അസറുകൾ, അവരുടെ സംഭവങ്ങളാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, അസറുകളുടെ കിതാബുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്കറിയാം, മുമ്പ് റിയാദ് സാലിഹീന്റെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ഖൽബിൽ ദുനിയാവിനോട് തഅല്ലുഖില്ലാത്ത, ദുനിയാവിനോട് അടുത്ത ബന്ധമില്ലാത്തൊരവസ്ഥ, അതാണ് സുഹുദ് എന്ന് പറയുന്നത്. ദുനിയാവ് സമ്പാദിക്കാതിരിക്കുക എന്നല്ല സുഹുദ് എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയും സമ്പാദിക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. ഹലാലായ മാർഗത്തിലൂടെ എത്രയും സമ്പാദിക്കാം. പക്ഷേ ദുനിയാവിലെ വിഭവങ്ങളോട് നമ്മുടെ ഖൽബിന് തഅല്ലുഖുണ്ടാകരുത്. ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവായി മാറുക, അത് ഒരു മുഅ്മിന് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കരുത്. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഇൽമിന്റെ പരിധി, അതായത് ദുനിയാവിനെ കുറിച്ചേ ഒരാൾക്ക് അറിയുകയുള്ളൂ, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നതാണ്. അപ്പോ അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞതും ചെയ്തതുമായ ചില കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അൻ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു താബിഈയാണ്. ഖാല, അദ്ദേഹം പറയുന്നു, ദഖൽതു അല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞാൻ പോയി. ഫഖവ്വംതു കുല്ല ഷൈഇൻ ഫീ ബൈതിഹി,
അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഞാൻ നോക്കിയിട്ട് അതിനൊരു വില നിശ്ചയിച്ചു. മനസ്സിൽ ഏകദേശം കണക്ക് കൂട്ടി എത്ര വിലയുണ്ടാകും ഈ സാധനങ്ങൾക്കൊക്കെ. മിൻ ഫിറാഷിൻ ഔ റിഹാഫിൻ ഔ ബിസാത്തിൻ, ഫിറാഷ് വിരിപ്പ്, പുതപ്പ്, കാർപ്പറ്റ്, അങ്ങനെയുള്ള വീട്ടിലെ എല്ലാ വസ്തുക്കളും ഞാൻ എണ്ണി നോക്കി. ഫമാ വജദ്തുഹു യുസാവി 100 ദിർഹം, ഒരു 100 ദിർഹം എല്ലാത്തിനും കൂടി വിലയുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വളരെ ചെറിയൊരു സംഖ്യ മാത്രമാണ് 100 ദിർഹം എന്ന് പറഞ്ഞാൽ. പിന്നെ എത്ര ഉണ്ടാകും ഇന്നത്തെ കണക്കിൽ? 200 ദിർഹല്ലേ വെള്ളിന്റെ നിസാബ്. അപ്പോ എന്തായാലും ഇന്നത്തെ കണക്കിൽ 25,000 രൂപ, അതിൽ കൂടില്ല. അപ്പൊ അത്രയേ അദ്ദേഹത്തിന്റെ വീട്ടില് ഉള്ള എല്ലാ വിഭവങ്ങൾക്കും കൂടി വിലയുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ആരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? ദീനിയായും ദുന്യവിയായും വലിയ സ്ഥാനമുള്ള ആളാണ്. ദീനിയായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ മിനസ്സാബിഖീന അൽ-അവ്വലീൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യകാലത്ത് ഹിജ്റ പോയിട്ടുള്ള ആളുകൾപ്പെട്ട ആളാണ്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി, പ്രായം കുറവായതുകൊണ്ട് മടക്കി പറഞ്ഞയച്ചു. പിന്നീടുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതുപോലെ തന്നെ വലിയ ആലിമാണ്, സഹാബത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട മുഫ്തിമാരിൽപ്പെട്ട ഒരാളാണ്. ദുനിയവിയായിട്ടാണെങ്കിലോ അദ്ദേഹം ഖലീഫയുടെ മകനാണ്. ഇങ്ങനെ വലിയ സ്ഥാനമുള്ള ആളാണ് അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമർ. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇത്രയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ അർത്ഥം സുഹദ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ് എന്നല്ല. നേരെ മറിച്ച് ഒരാളുടെ മനസ്സിൽ സുഹദ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി അയാൾ ദുനിയാവിനെ വെറുക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ദുനിയാവിനോട് അയാളുടെ താല്പര്യം കുറഞ്ഞു പോയാൽ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അയാൾ അശ്രദ്ധനാകും, ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് അശ്രദ്ധനാകും. അത് തന്റെ ഭക്ഷണവും കുടുംബത്തിന്റെ ഭക്ഷണവും പിന്നെ പ്രയാസത്തിലാകുന്ന അത്ര എത്തിയിട്ടില്ലെങ്കിൽ അത് ജായിസാണ്, അത് നല്ലതാണ്. അങ്ങനെ സുഹദ് മനസ്സിൽ ആഴത്തിൽ തട്ടിയതുകൊണ്ട് അവർക്ക് ഉണ്ടായതാണ്. അവരെന്ത് ചെയ്തു? അവരുടെ വരുമാനത്തിന് കാര്യങ്ങളിൽ, സമ്പാദ്യത്തിന്റെ മാർഗങ്ങളിൽ അവർ അശ്രദ്ധരായി, കൂടുതൽ ഇബാദത്തിൽ മുഴുകി, അങ്ങനെ ദാരിദ്ര്യം വന്ന ആളുകളായിരിക്കാം. അടുത്ത സംഭവം, അൻ അബി ഹംസത ഖാല ഖുൽതു ലിബ്രാഹിം, ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്, അദ്ദേഹവും ഒരു താബിഈയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും മുതിർന്ന ശിഷ്യന്മാരിൽപ്പെട്ടയാളാണ്. ഇന്ന ഫർഖദ് അസ്-സബഖി, അദ്ദേഹം ഒരു മുൻഗാമിയാണ്, താബിഈയായിരിക്കാം. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് ലാ യഅകുലു ലഹ്മ വലാ യഅകുലു കദ, അദ്ദേഹം ഇറച്ചി തിന്നാറില്ല, ഇന്ന സാധനങ്ങളൊന്നും അദ്ദേഹം തിന്നാറില്ല എന്ന് വലിയൊരു സാഹിദായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്ന് ഇബ്രാഹിം നഖഈയോട് പറഞ്ഞു. ഇബ്രാഹിം നഖഈ ആലിമാണ്, താബിഈയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, കാന അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ മിൻഹു, സഹാബത്ത് ഇയാളെക്കാളും നല്ലവരാണ്. അദ്ദേഹം സാലിഹായ മനുഷ്യനായിരിക്കാം, പക്ഷെ സഹാബത്ത് അദ്ദേഹത്തെക്കാൾ നല്ലവരാണല്ലോ. കാനു യഅകുലുന ലഹ്മ വസ്സമുന വകദ വകദ, അവർ ഇറച്ചി തിന്നാറുണ്ട്, നെയ്യ് കഴിക്കാറുണ്ട്, എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്. അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഉപേക്ഷിക്കുക എന്നല്ല. സുഹദുള്ള ഒരാൾ ചിലപ്പോ ദുനിയാവിൽ കുറവ് വരുത്തും, പക്ഷെ സുഹദിന്റെ ഹഖീഖത്ത്, സുഹദിന്റെ അടിസ്ഥാനം അതല്ല. ഒരാൾ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവന് സുഹദ് ഇല്ലാത്ത ആളാണെന്ന് പറയാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ദുനിയാവിനോട് മനസ്സിൽ ഹുബ്ബില്ലാതിരിക്കുക എന്നുള്ളതാണ് സുഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. عن عبد الله بن عمرو بن العاص رضي الله عنه قال, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅൻ അകൂന ആശിറ 10 മസാകീന യൗമ ഖിയാമത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന ആശിറ 10 അഗ്നിയാ. പരലോകത്ത് വരുമ്പോ, മഹ്ശറിൽ വരുമ്പോ, ലോകത്ത് ഏറ്റവും വലിയ 10 പണക്കാരിൽ ഒരാളായി വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഏറ്റവും വലിയ 10 മിസ്കീന്മാരിൽ ഒരാളായിട്ട് വരുന്നതാണ്. അല്ലെ, മഹ്ശറിൽ എല്ലാ മനുഷ്യന്മാരും ഉണ്ടാവും. അപ്പൊ അതില് ഏറ്റവും സമ്പന്നനായ 10 ആളുകൾ, അതായത് ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യരിൽ ടോപ്പ് 10 പണക്കാർ, അതിലൊരാളാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഏറ്റവും വലിയ 10 മിസ്കീന്മാരിൽ ഒരാളാകുന്നതാണ്. ഫഇന്നൽ അക്സരീന ഹുമുൽ അഖല്ലൂന യൗമൽ ഖിയാമ, കാരണം ഖിയാമത്ത് നാളിൽ പണക്കാരായിരിക്കും ഏറ്റവും ദരിദ്രന്മാർ. എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിസാബ് ഉണ്ടായിരിക്കും, അവരുടെ ഓരോ രൂപയും അല്ലെങ്കിൽ ഓരോ ദിർഹമും ദീനാറും എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന കണക്ക് അവിടെ കൊടുക്കേണ്ടി വരും. ദുനിയാവിൽ ഭയങ്കര അഭിമാനത്തോടെ നടക്കും, ഞാൻ അത് വാങ്ങി ഇത് വാങ്ങി, അവിടെ അത്ര ചെലവഴിച്ചു. യഖൂലു അഹ്ലക്തു മാലൽ ലുബദ, ഞാൻ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ മനുഷ്യൻ പറയും എന്നുള്ള പറയുന്നുണ്ട്. യഖൂലു അഹ്ലക്തു മാലൽ ലുബദ അയഹ്സബു അല്ലം യറഹു അഹദ്, അയഹ്സബു അല്ലം യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ല, അവൻ ചെലവഴിച്ചത് ഹറാമോ ഹലാലോ എന്ന് ആരും നിരീക്ഷിക്കുന്നില്ല എന്നവന് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇത് ഹദീസാണ്, വിശ്വാസം പറഞ്ഞിട്ടുള്ളതാണ്. അൽ അക്സറൂന ഹുമുൽ അഖല്ലൂന യൗമൽ ഖിയാമ. അപ്പൊ ആ ഹദീസ് അദ്ദേഹം പറയാൻ അതുള്ളത് കൊണ്ടാണ്. ഇല്ല മൻ ഖാല ഹാകദാ വഹാകദാ,
ഇങ്ങനെ ചെയ്തവനൊഴികെ, എന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ വാരി വിതറി സദഖ ചെയ്തയാൾ ഒഴികെ. ഇത് ഹദീസിന്റെ ലഫ്ളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അൽ-അക്സറൂന ഹുമുൽ അഖല്ലൂന യൗമൽ ഖിയാമ ഇല്ലാ മൻ ഖാല ഹക്കദ വഹക്കദ. عن حفصة بنت عمر ابن الخطاب رضي الله عنهما أنها قالت لعمر. حفصة بنت عمر رضي الله عنها അവര് തന്റെ ഉപ്പയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ലൗ ലബിസ്ത തൗബൻ ഹുവ അല്യന മിൻ തൗബിക്. നിങ്ങൾ ഇപ്പം ധരിക്കുന്ന ഈ വസ്ത്രം ഇതിനേക്കാൾ കുറച്ചുകൂടി മിനുസമുള്ള വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം വളരെ പരുക്കൻ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. വലിയ സാഹിദായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് കണ്ട് അഹ്ലുൽ കിതാബ് ഫലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കി അതിന്റെ താക്കോൽ വാങ്ങാൻ പോയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു കീറിയൊരു വസ്ത്രം ഇട്ടിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വലിയ സംഭവമാണ്. നൂറ്റാണ്ടുകളായി യഹൂദികൾ കൈയടക്കി വെച്ചിട്ടുള്ള ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ താക്കോൽ വാങ്ങാൻ പോവുകയാണ്. അത് പോകുന്ന സമയത്ത് ഒരൊട്ടകപ്പുറത്ത് അദ്ദേഹം ഇരിക്കും. കുറച്ചു സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെ മുകളിൽ കയറ്റും. അങ്ങനെ രണ്ടാള് ഒരു വാഹനപ്പുറത്താണ് പോകുന്നത്. അതുപോലെ കീറി തുന്നിയ വസ്ത്രമാണ് ഇട്ടുള്ളത്. അപ്പൊ മകള് ചോദിക്കുകയാണ്, കുറച്ചും കൂടി നല്ല വസ്ത്രം ഉടുത്തിരുന്നെങ്കിൽ, താങ്കൾ ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ കുറച്ചുകൂടി നല്ല മുന്തിയ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി സഅഖ്സിമുക ഇലാ നഫ്സി അമാ തദ്കുരി മാ കാന യൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂ ബക്ർ മിൻ ശിദ്ദത്തിൽ ഐശ്. അബൂബക്കറും അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് നിനക്ക് ഓർമ്മയില്ലേ? അതായത് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കാനുള്ള കാരണം അവിടെ വിശദീകരിക്കുകയാണ്. എന്താണ് കാരണം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കഷ്ടപ്പാടിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അല്ലെ, ഹദീസൊക്കെ നോക്കിയാൽ എല്ലാ സ്ഥലത്തും കാണാം, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമർ, റസൂലും അബൂബക്കറും ഉമറും വന്നു. ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമർ, അബൂബക്കറും ഉമറും അതാണ് റസൂലിന്റെ കൂടെ പോയി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നൈലുകളായി നടന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? ഇത് സ്വാഭാവികമായും നല്ല മനുഷ്യന്മാരുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതായത് തന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ പ്രയാസത്തിലാണെങ്കിൽ അവരോടുള്ളൊരു മുവാസാത്ത്, ഞാനും അവരെ പോലെ തന്നെ മതി എന്ന് തീരുമാനിച്ച് തന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും കുറച്ച് താഴ്ന്ന് ജീവിക്കുക. ചില ആളുകൾ കാണാം, വളരെ ചെറുപ്പത്തിൽ വളരെ ദാരിദ്ര്യത്തിലൊക്കെ കഴിഞ്ഞവരായിരിക്കും, പിന്നീട് വലിയ കച്ചവടക്കാരും പണക്കാരും ഒക്കെ ആവും. പക്ഷെ അവരുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവർ ജീവിച്ചിരുന്ന ആ നിലവാരത്തിൽ ജീവിക്കും, അവരുപയോഗിച്ചിരുന്ന വീട്ടിൽ തന്നെ താമസിക്കും. അത് നല്ല കാര്യം തന്നെയാണ്, നല്ലൊരു സ്വഭാവമാണ്, വഫാ, അവരോടുള്ള നന്ദിയാണ്. അപ്പൊ ബാക്കി സമ്പത്ത് അവര് ചിലപ്പോൾ സദഖ ചെയ്യും. അങ്ങനെയുള്ള ഒരു കാരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറും ജീവിച്ചതുപോലെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിയുന്നത് എന്ന് പറഞ്ഞു. ഫമാസാല യുദക്കിറുഹ, അങ്ങനെ മകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, റസൂലിന്റെയും അബൂബക്കറിന്റെയും അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഹത്ത അബ്കാഹ, അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ഫഖാല ലഹ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഇൻ ഇസ്തതഅതു ലഉശാരികന്നഹുമാ ബിമിസ്ലി ഐശിഹിമ ശദീദ്, ഞാൻ കഴിയുന്നിടത്തോളം അവരുടെ ആ പ്രയാസകരമായ ജീവിതത്തെ അനുകരിക്കുക തന്നെ ചെയ്യും, അവരെ പോലെ ജീവിക്കും. ലഅല്ലി ഉദരിക്കു മഅഹുമ ഐശഹുമ റഖീ, അവർക്ക് നാളെ ലഭിക്കാനുള്ള സന്തോഷകരമായ ജീവിതം, ആഖിറത്തിൽ അവർക്ക് കിട്ടാനുള്ള നേട്ടം, അതിലും എനിക്ക് അവരുടെ കൂടെ എത്താൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ഈ കിതാബ് എഴുതിയിട്ടുള്ളത് പാകിസ്ഥാനിയായ അഹ്ലുൽ ഹദീസിൽപ്പെട്ട നല്ലൊരു ആലിമാണ്. അദ്ദേഹം സഹാബത്തിന്റെയും അതിനുശേഷമുള്ള സലഫുകളുടെയും സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ സഹാബത്തിന്റെ സംഭവങ്ങളൊക്കെ സഹീഹാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഉദ്ധരിക്കുന്നത് എന്ന് അദ്ദേഹം ഈ കിതാബിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. عن سعد بن إبراهيم عن أبيه إبراهيم رحمه الله أن عبد الرحمن ابن عوف رضي الله عنه أتي بطعام. ഇത് അറിയപ്പെട്ട ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു. നമുക്കറിയാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആരാണ്? മുഹാജിറായ വലിയൊരു പണക്കാരനായിരുന്നു. മക്കത്ത് വലിയ പണക്കാരനായിരുന്നു. പിന്നീട് ഹിജ്റ വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും അല്ലാഹു തആല മദീനയിൽ വെച്ച് അദ്ദേഹത്തെ സമ്പത്ത് നൽകി ആദരിച്ചു. അപ്പോ പിന്നെ ഇടക്ക് ദാരിദ്ര്യം വരിക, സമ്പത്ത് നശിച്ചു പോവുക എന്നുള്ളത് ഒരു മുഅ്മിനെ നിരാശനാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്, അല്ലാഹു അവസ്ഥകൾ മാറ്റം വരുത്തും. ഇപ്പൊ ചില ആൾക്കാർ വലിയ സമ്പന്നന്മാരായിരിക്കും, പിന്നെന്തെങ്കിലും നഷ്ടം വന്നാൽ തളർന്നു പോകും. അവർക്ക് സാധിക്കുന്ന അവസരങ്ങൾ പോലും അവര് ഒഴിവാക്കും. എനിക്കിനി ഒരു പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. എത്രയോ മാതൃകകളുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ആരും പാപ്പരായി എന്ന് വിചാരിച്ച് നിരാശരാകരുത്. പാപ്പരായി എന്ന് പറഞ്ഞാൽ സമ്പത്ത് മുഴുവൻ നശിച്ചു. നമ്മൾ ആരും അങ്ങനത്തെ അവസ്ഥയിലായിട്ടുണ്ടാവില്ല. എത്ര കടക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. അങ്ങനെ പൂർണ്ണമായി നശിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഞാൻ 3 പ്രാവശ്യം അങ്ങനെ മുഫ്ലിസ് ആയിട്ടുണ്ട്, പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്
പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നു. വകാന സായിമൻ, നോമ്പ് നോറ്റിരിക്കുകയായിരുന്നു, നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഖുത്ല മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹം എന്നെക്കാൾ നല്ലവനായിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു വലിയ ദാഇയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് ദീൻ പഠിച്ച് മദീനയിൽ പോയി ദഅവത്ത് ചെയ്ത ആളാണ്. മദീനയിൽ മുഹാജിറുകൾ ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ നടന്ന് ദഅവത്ത് ചെയ്ത് അവിടെ ഇസ്ലാം പ്രചരിപ്പിച്ച, മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ അടിത്തറയിട്ട ആളുകൾപ്പെട്ട ആളാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹം എന്നെക്കാൾ നല്ലവനാണ്. പക്ഷേ കൂഫിന ഫി ബുർദ, ഒരു പുതപ്പിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. അങ്ങനെ ഒരു കഫൻ പുടവ ഒന്നും ഇല്ല, സ്വന്തമായിട്ട് കഫൻ ചെയ്യാനൊരു വസ്ത്രമില്ല. എന്നൊരു പുതപ്പിൽ അദ്ദേഹത്തെ കഫൻ ചെയ്തു. നിങ്ങൾ കേട്ടിരിക്കും, അദ്ദേഹത്തിന്റെ തല മൂടിയാൽ കാല് പുറത്തായിരിക്കും. ഈ പുതപ്പ് ചെറിയ പുതപ്പാണ്. കാല് പുതപ്പ് കൊണ്ട് മൂടിയാൽ തല പുറത്തായിരിക്കും. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹംസ വഹുവ ഖൈറും മിന്നി. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്താപ്പ, അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹം എന്നെക്കാൾ നല്ലവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്വാലിഹ്യങ്ങളായ ആളുകളൊക്കെ അവർ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് മരിച്ചുപോയത്. അവരൊക്കെ എന്നെക്കാൾ നല്ലവരാണ്, എന്നിട്ടും അവർക്ക് ദാരിദ്ര്യമായിരുന്നു. പിന്നീട് അള്ളാഹു ദുനിയാവ് നമുക്ക് വിശാലമാക്കി തന്നു. ഔഖാല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് അള്ളാഹു ദുനിയാവിൽ കുറെ വിഭവങ്ങൾ തന്നു. വഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ. ഞാൻ പേടിക്കുന്നത് എന്താണ്, ഇവിടെ എന്നെക്കാൾ നല്ലവരായ സഹാബത്ത് വളരെ കഷ്ടപ്പെട്ട് മരിച്ചിട്ട് പോലും അവർക്കൊരു കഫംപടവില്ലാത്ത അവസ്ഥയിൽ, അവരെക്കാൾ താഴെയുള്ള ഞാൻ ഇങ്ങനെ സുഖിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന എന്താണ്, നമ്മുടെ പുണ്യങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ തന്നെ തരികയാണോ, അഥവാ കാഫറുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന രീതിയാണ്. അതുപോലെ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചുവോ? ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها. അള്ളാഹു കാഫറുകളെ കുറിച്ച് പറയുകയാണ്, ويوم يعرض الذين كفروا على النار, കാഫറുകളെ നരകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കും, നരകം അവർക്ക് കാണിച്ചു കൊടുക്കും. അദ്ഹബ്തും, നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉപയോഗിച്ച് തീർത്തിരിക്കുന്നു, ത്വയ്യിബാത്തിക്കും, നിങ്ങൾക്കുള്ള നന്മകൾ, ഫി ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിൽ, വസ്തംതഅ്തും ബിഹാ, അവിടെ നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂൻ, നിങ്ങൾ ദുനിയാവിൽ അഹങ്കരിച്ചതിനുള്ള നിന്ദ്യതയുടെ പ്രതിഫലം, അഹങ്കാരത്തിന്റെ നേരെ വിപരീതം, അപമാനത്തിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാനിരിക്കുകയാണ് എന്ന് അള്ളാഹു അവരോട് പറയുന്ന കാര്യം സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു കാഫിർ നന്മ ചെയ്താൽ അള്ളാഹു ഒരു നേരം നല്ലൊരു ഭക്ഷണം കൊടുക്കും, നല്ല പ്രതിഫലമായിട്ട്. കാരണം ആഖിറത്തിൽ അവനൊന്നും കിട്ടാനില്ല. അങ്ങനെ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചുവോ എന്ന് അദ്ദേഹം പേടിക്കുകയാണ്. സുമ്മ ജഅല യബ്കി, എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഇത് വെറും വാക്ക് പറയല്ല, നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും, പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ജഅല യബ്കി, കരയാൻ തുടങ്ങി. ഹത്താ തറക തആം, അങ്ങനെ നോമ്പ് തുറക്കാതെ അദ്ദേഹം ആ ഭക്ഷണം ഒഴിവാക്കി. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്, സ്വഹീഹായ സംഭവമാണ്. വഖാല സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, താബിഈങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ് സഈദ് ഇബ്നു ജുബൈർ. അദ്ദേഹം പറയുന്നു, മതാഉൽ ഗുറൂർ മാ യുൽഹീക അൻ തലബിൽ ആഖിറ. ഇവിടെ അദ്ദേഹം വ്യക്തമായൊരു മാനദണ്ഡം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, സ്വഹാബത്ത് ഇറച്ചി തിന്നിട്ടുണ്ട്, നെയ്യ് തിന്നിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല, അതൊന്നും സുഹൃത്തിനെതിരല്ല എന്നും പറഞ്ഞു. മറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലെ അവസ്ഥ, അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം, ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ എപ്പോഴാണ് ദുനിയാവ് ആക്ഷേപിക്കപ്പെടുന്നത്, എപ്പോഴാണ് ദുനിയാവിന്റെ വിഭവങ്ങൾ സമ്പാദിക്കുന്നത് മോശമാകുന്നത്, എപ്പോഴാണ് മോശമാകാത്തത്? സഈദ് ഇബ്നു ജുബൈർ പറയുകയാണ്, മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം എന്ന് പറഞ്ഞാൽ ദുനിയാവിന് അള്ളാഹു വിളിച്ചിട്ടുള്ള ഒരു പേരാണ്. വൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എപ്പോഴാണ് ദുനിയാവ് വഞ്ചനയാവുക? മാ യുൽഹീക അൻ തലബിൽ ആഖിറ, ആഖിറത്ത് തേടുന്ന കാര്യത്തിൽ, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന കാര്യത്തിൽ നിന്ന് നിന്നെ തടയുന്നതാണ്. അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമാണ്. വമാ ലം യുൽഹിക, നിന്നെ തടയുന്നില്ലെങ്കിൽ, ആഖിറത്തിൽ നിന്ന് നിന്നെ അശ്രദ്ധനാക്കുന്നില്ലെങ്കിൽ, ഫലൈസ മതാഉൽ ഗുറൂർ, അത് വഞ്ചനയല്ല. വലാകിന്നഹു ബലാഗുൻ ഇലാ മാ ഹുവ ഖൈറുൻ മിൻഹു, അത് അതിനേക്കാൾ നല്ലതിലേക്കുള്ള ഒരു യാത്രാ വിഭവം മാത്രമാണ്. രണ്ടാളും കച്ചവടക്കാരാണ്, ഒരേ സമ്പത്തും ഒരേ നിലവാരവുമുള്ള ആളാണ്. ഒരാള് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ഹറാമുകൾ സൂക്ഷിച്ച് സംശയമുള്ളതൊക്കെ ഒഴിവാക്കി നല്ല മാർഗത്തിൽ ചെലവഴിച്ച് ജീവിക്കുന്നു. മറ്റൊരാള് അയാൾ തിരക്കിലാണ്, ഈ സമ്പത്തിന് പിന്നാലെ തിരക്കിലായി ഇബാദത്തുകൾ കുറവ് വരുത്തുന്നു, അള്ളാഹുൽ നകലുന്നു. ആദ്യത്തെ ആൾക്ക് ഇത് സ്വർഗത്തിലേക്ക്, ഈ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്തിലേക്കുള്ള ഒരു യാത്രാ വിഭവമാണ് ആ സമ്പത്ത്. മറ്റേ ആൾക്ക് മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമാണ്. وعن أرطأة قال كان ضمرة ابن حبيب إذا قام إلى الصلاة
ഖുൽതു ഹുന അസ്ഹദുൻ നാസി ഫി ദുനിയ. ദംറത്ത് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന ഒരു ഇമാം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാല്, അദ്ദേഹം നമസ്കരിക്കുന്നത് കണ്ടാല് ഞാൻ പറയും ഹുന അസ്ഹദുൻ നാസി ഫി ദുനിയ, ദുനിയാവിൽ ഏറ്റവും വലിയ ജാഹിദാണ് ഇയാളെന്ന് ഞാൻ പറഞ്ഞു പോകും. കാരണം അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലെ ഖുശൂ, അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ ദൈർഘ്യം, ദുനിയാവിനെ കുറിച്ച് ചിന്തയില്ലാത്ത ഒരാളെ പോലെ നമസ്കരിക്കും. അത് കാണുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ജാഹിദാണ് ഇയാളെന്ന് പറയും. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇബാദത്ത്, നമസ്കാരവും സുഹൃത്തും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമുണ്ട്. സുഹൃത്തും ഇബാദത്തുകളും തമ്മിൽ ബന്ധമുണ്ട്. ദുനിയാവിനോട് ഒരാളുടെ മനസ്സിൽ ബന്ധമുണ്ടെങ്കിൽ അയാളുടെ ഇബാദത്തിൽ കുറവ് വരും. ദുനിയാവിനോടുള്ള തഅല്ലുഖ്, അതുപോലെ മാസിയത്തുകൾ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇബാദത്തുകൾ കുറവ് വരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ ഇദ്ദേഹം നമസ്കരിക്കുന്നത് കണ്ടാൽ ഞാൻ വിചാരിക്കും ഇയാളുടെ മനസ്സിൽ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ല. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുനിയാവുമായി മനസ്സിൽ ബന്ധമുണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. കച്ചവടക്കാർ എത്രയോ ആളുകൾ സജീവമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും സ്വാലിഹ് അർ-റാജിഹി റഹിമഹുള്ള, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന വലിയൊരു സമ്പന്നനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന, അദ്ദേഹമാണ് ഈ അർ-റാജിഹി എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്. റഹിമഹുല്ലാഹു വഗഫറ ലഹു. മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു അതിന് ശേഷം വന്നത് സുലൈമാൻ അർ-റാജിഹി. അദ്ദേഹം മരണപ്പെട്ടു അടുത്ത്. ഈ സ്വാലിഹ് അർ-റാജിഹി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് മക്കൾ പറയുകയാണ്, അദ്ദേഹം തറാവീഹ് നമസ്കരിച്ചാൽ, വീട്ടിൽ ചിലപ്പോൾ നമസ്കരിക്കും, ഖിയാമുൽ ലൈൽ വീട്ടിൽ അദ്ദേഹം നമസ്കരിച്ചാൽ, ഹാഫിളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മക്കൾ പറയാണ്, ഞങ്ങൾ ചിലപ്പോ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട്, ചെറിയ പ്രായത്തിൽ അവർ ചെയ്ത ഒരു കുസൃതി അവർ പറയാൻ, തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ബാപ്പ ഓതാൻ തുടങ്ങിയാൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞ് അവസാനം റുക്കൂ പോകാൻ നേരത്ത് അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ വന്നിട്ട് ജമാഅത്തിൽ പങ്കെടുക്കും. അപ്പൊ അറിയാറില്ല. അത്രമാത്രം അദ്ദേഹം ഖുശൂഅോടെ നമസ്കരിച്ചിരുന്നത്. അപ്പൊ അതൊരിക്കലും സമ്പാദിക്കുക എന്നുള്ളത് ഒരിക്കലും ഇബാദത്തിനെതിരല്ല. പക്ഷെ കൽബിൽ ദുനിയാവിനോട് തഅല്ലുഖ് വന്നാൽ, അത് മിസ്കീനാണെങ്കിലും, മിസ്കീനാണ് പക്ഷെ വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ദംറത്ത് ഇബ്നു ഹബീബിനെ കുറിച്ച് പറയുക, നമസ്കരിക്കാൻ നിന്നാൽ ഹാദാ അസ്ഹദുൻ നാസി ഫി ദുനിയ എന്ന് ഞാൻ പറയും. ഫൈദ അമല ലിദ്ദുനിയ, അദ്ദേഹം കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ ദുനിയാവിന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ പറയും ഖുൽതു ഹാദാ അർഗബുൻ നാസി ഫി ദുനിയ, ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ആർത്തിക്കാരൻ എന്ന് എനിക്ക് തോന്നിപ്പോകും. അങ്ങനെ അദ്ദേഹം കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇബാദത്തിന്റെ സമയമായാൽ അദ്ദേഹം ഇബാദത്തിൽ മുഴുകുമായിരുന്നു. അൻ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് ഖാല കാന മിൻ ദുആഇഹിം, അവരുടെ ദുആയിൽപ്പെട്ടതായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ സഹാബത്തും താബിഈങ്ങളും, സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ സഹ്ഹിദ്നാ ഫി ദുനിയ. നമുക്ക് വളരെ നല്ലൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ സഹ്ഹിദ്നാ ഫി ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് സുഹുദ് ഉണ്ടാക്കണേ, വിരക്തി നൽകണേ. വവസ്സി അലൈനാ മിൻഹാ, ദുനിയാവ് ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ, അങ്ങനെ സമ്പത്ത് തരണം, പക്ഷെ അതിനോട് മനസ്സിൽ തഅല്ലുഖ് ഉണ്ടാക്കരുത്. വലാ തസ്വിഹ അന്നാ, ദുനിയാവ് ഞങ്ങളിൽ നിന്ന് നീ അകറ്റരുത്, അങ്ങനെ ദാരിദ്ര്യം തരരുത്. ഫതുറഗിബനാ ഫീഹാ, എന്നിട്ട് അതിനോട് ആഗ്രഹവുമുള്ള അവസ്ഥ. ദുനിയാവില്ല, അതിനോട് ആഗ്രഹം. അപ്പോ ഒരു ഉപകാരവും ഇല്ല, എന്നാൽ നമ്മുടെ മനസ്സ് ശുഗില്ലാവുകയും വിഭാഗത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതിന് പകരം ദുനിയാവ് ഞങ്ങൾക്ക് തരികയും മനസ്സിൽ അതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥ. അപ്പൊ രണ്ട് ഖൈറും കിട്ടി, ദുനിയാവ് അനുഭവിക്കാനും പറ്റി, മനസ്സിൽ അതുകൊണ്ടുള്ള ഷർറ് ഇല്ലാതിരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറയുന്നത്. അൻ യഹ്യ ഇബ്നു സലീം റഹിമഹുല്ലാഹ് ഖാല ഖാല ഉമർ ഇബ്നു മുഹമ്മദ് ഇബ്നു അൽ-മുൻകദിർ, മുഹമ്മദ് ഇബ്നു അൽ-മുൻകദിർ താബിഈയാണ്, അദ്ദേഹത്തിന്റെ മകനായ ഉമർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അറഅയ്ത ലൗ അന്ന റജുലൻ സാമ അദ്-ദഹ്റ ലാ യഫ്തിർ, ഒരു മനുഷ്യൻ സിയാമുദ്ദഹർ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുകയാണ്, ലാ യഫ്തിർ ഒരിക്കലും നോമ്പ് ഒഴിവാക്കുന്നില്ല. വഖാമ അൽ-ലൈല ലാ യഫ്തിർ, രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കാരമാണ്, ഉറങ്ങുന്നില്ല. വതസദ്ദഖ ബിമാലിഹി, തന്റെ പണം മുഴുവൻ സദഖ ചെയ്തു. വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തു. വജ്തനബ മഹാരിം അല്ലാഹ്, ഹറാമുകളൊക്കെ ഒഴിവാക്കി. ഗൈറ അന്നഹു യുഅ്താ ബിഹി യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖ ഫീ ദാലികൽ ജംഇൽ അഅ്ളം ബൈന യദി റബ്ബിൽ ആലമീൻ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അയാൾ ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളുടെയും മുന്നിൽ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഫയുഖാലു, എന്നിട്ട് പറയപ്പെടും, ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ അഅ്ളമ ഫീ ഐനിഹി മാ സഗ്ഗറ അല്ലാഹ് വസഗ്ഗറ ഫീ ഐനിഹി മാ അഅ്ളമ അല്ലാഹ് കൈഫ തറാ യകൂനു ഹാലുഹു. അദ്ദേഹം പറയുകയാണ്, ഇവനെ ഖിയാമത്ത് നാൾ കൊണ്ടുവന്നിട്ട് ഇവനെല്ലാ അമലുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹു നിസ്സാരമാക്കിയ വസ്തു ഇവന്റെ കണ്ണിൽ വലുതായിരുന്നു, അള്ളാഹു വലുതാക്കിയ വസ്തു ഇവന്റെ കണ്ണിൽ ചെറുതായിരുന്നു. എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് ഭയങ്കര ഹുബ്ബായിരുന്നു. ദുനിയാവ് അള്ളാഹു നിസ്സാരമാക്കിയിട്ടുള്ള വസ്തുവാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അതുപോലെ തന്നെ വലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ, ഇങ്ങനെ അള്ളാഹു നിസ്സാരമാക്കിയിട്ടുള്ളതാണ് ദുനിയാവ്. അതിനെ ഇവൻ ബഹുമാനിച്ചിരുന്നു. അള്ളാഹു ആദരിച്ചതിനെ അഥവാ ആഖിറത്തിനെ ഇവൻ നിസ്സാരമായി കണ്ടിരുന്നു എന്ന് പറയപ്പെട്ടാൽ കൈഫ തറാ യകൂനു ഹാലുഹു, ഇവന്റെ അവസ്ഥ എന്തായിരിക്കും?
ഫമൻ മിന്നാ ലൈസ ഹാകദ അദ്ദുനിയ അളീമത്തുൻ ഇൻദഹു. നമ്മുടെ ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ. അദ്ദേഹം ഇബാദത്തുള്ള ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്താലും ദുനിയാവ് നമ്മുടെ മനസ്സിൽ വലുതായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് രക്ഷയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഉത്തരവുണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. عن محمد بن سلام قال قيل لأبي الزناد لما تحب الدراهم وهي تدنيك من الدنيا. അബൂ സിനാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ലിമ തുഹിബ്ബു ദറാഹിം, നീ എന്തുകൊണ്ടാണ് ദിർഹമിനെ ഇഷ്ടപ്പെടുന്നത്? എന്താണ് കച്ചവടം ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ദിർഹമിന്റെ പിന്നാലെ നടക്കുന്നത്? വഹിയ തുദ്നീക മിന ദുനിയ, അത് നിന്നെ ദുനിയാവിനോട് അടുപ്പിക്കുന്ന കാര്യമാണല്ലോ. കച്ചവടത്തിന് പോയാൽ അല്ലെങ്കിൽ സമ്പാദിക്കാൻ പോയാൽ ദുനിയാവുമായി ഇടപഴകേണ്ടി വരികയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇന്നഹ വഇൻ അദ്നത്നി മിൻഹാ സാനത്നി അൻഹാ, ദുനിയാവിനോട് എന്നെ അത് അടുപ്പിച്ചാലും ദുനിയാവിൽ നിന്ന് അത് എന്നെ രക്ഷിക്കും. എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? ദുനിയാവ് പിന്നീട് ഹറാമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന അവസ്ഥ വരും, തീരെ സമ്പാദിക്കാതിരുന്നാൽ. അതല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി ആളുകളുടെ മുന്നിൽ കൈനീട്ടുകയും നമ്മുടെ അഭിമാനവും ദീനും ഒക്കെ പണയം വെക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കാണാം, ലൗലാ ഹിർഫതി, ഇമാം ദഹബി സീറ അലാമിൻ നുബലായിൽ ഉദ്ധരിച്ചതാണ്. ലൗലാ ഹിർഫതി, അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല, ഒരു കൈകൊണ്ട് അധ്വാനിക്കുന്ന ആളായിരുന്നു. ലൗലാ ഹിർഫതി, എന്റെ ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ ലതമന്ദരൂനി, അവരെന്നെ ഒരു മിന്തിയിൽ ഒരു കർച്ചീഫായിട്ട് ഉപയോഗിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും അതുപോലെ തന്നെ പണക്കാരും അവർക്ക് ആവശ്യമുള്ള ഫത്വകളൊക്കെ പറയിപ്പിച്ച് എന്നെ ഒരു ഉപകരണമാക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, ദുനിയാവ് അതിന്റെ പിന്നാലെ കുറച്ച് നടന്നാലും ശരി, അതിനും വലിയ ശിറിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് സമ്പാദിക്കുന്നതാണ് നല്ലത് എന്നർത്ഥം. അൻ മുഹമ്മദ് ബിൻ സലാം റഹിമഹുല്ലാഹ് ഖാല കാന ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദ, താബിഇയായ ഖൈസ് ബിൻ സഅദ് റഹിമഹുല്ലാഹ് യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഹബ്ലി ഹംദൻ വമജ്ദ, അല്ലാഹുവേ എനിക്ക് സൽകീർത്തി നൽകണം, ആളുകൾക്കിടയിൽ നല്ല പേര്, ചീത്തപ്പേരുണ്ടാകരുത്. ലാ മജ്ദ ഇല്ലാ ബിഫിആൽ, അങ്ങനെ മഹത്വം ഉണ്ടാകണമെങ്കിൽ പ്രവർത്തിക്കണം, എന്തെങ്കിലും ചെയ്താലേ ആളുകൾക്കിടയിൽ നല്ല പേരുണ്ടാവുകയുള്ളൂ. വലാ ഫിആല ഇല്ലാ ബിമാൽ, എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം, പണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ ലാ യുസ്ലിഹ്നി അൽ ഖലീൽ, അല്ലാഹുവേ കുറച്ച് പണം കിട്ടിയാൽ ഞാൻ നന്നാവുകയില്ല, കുറച്ച് പണം കൊണ്ട് എനിക്ക് ശരിയാവുകയില്ല. വല അസ്ലുഹു അലൈഹി, കുറച്ച് പണത്തിന് ഞാനും ശരിയാവുകയില്ല, കാരണം എനിക്ക് കുറച്ച് പണം പോരാ, കുറച്ച് പണത്തിന് ഞാനും മാച്ചല്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയാണ് സഅദ് ബിൻ ഉബാദ റഹിമഹുല്ലാഹ്. ഒരു പക്ഷേ ഉപ്പയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതായിരിക്കും ഈ ദുആ. അദ്ദേഹം ഇതുപോലെ പ്രാർത്ഥിക്കാറുള്ളതായി ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുത്തിരുന്ന ആളാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു. قال أبو بكر البرقاني رحمه الله قلت لابن سمعون يوما تدعو الناس إلى الزهد. ഇബ്നു സംഊൻ വലിയൊരു ആലിമാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സുഹുദ് പഠിപ്പിക്കുന്ന ആൾക്കാരെ സുഹുദിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വതൽബസു അഹ്സന സിയാബ്, പക്ഷെ ഏറ്റവും നല്ല വസ്ത്രമാണ് താങ്കൾ ഉടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹുദൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെയാണോ താങ്കൾ നടക്കുന്നത്? വതഅകുൽ അത്യബ തആം, ഏറ്റവും നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. കൈഫ ഹാദാ, ഇതെങ്ങനെയാണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ യുസ്ലിഹുക ലില്ലാഹി ഫഫ്അൽഹു, അള്ളാഹുവിന് വേണ്ടി നിന്നെ ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊള്ളുക. അങ്ങനെ ഇബാദത്തിന് നിന്നെ യോഗ്യനാക്കുന്ന, അതിന് തടസ്സം വരാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊള്ളുക. ഇദാ സലുഹ ഹാലുക മഅല്ലാഹി തആല, അള്ളാഹു നീയും തമ്മിലുള്ള ഹാല് ശരിയാകുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്തു കൊള്ളുക. ഇതാണ് മാനദണ്ഡം. നമുക്ക് നോക്കാൻ നമ്മുടെ അടുത്ത് സുഹൃത്തുണ്ടോ, അതല്ല നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോയോ എന്നൊക്കെ അറിയാൻ ഇതാണ് മാർഗം. അള്ളാഹുവും നമ്മൾ ബന്ധം അത് മെച്ചപ്പെട്ടു വരികയാണോ ആ കാര്യം ചെയ്തു കൊള്ളുക. അത് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇബാദത്തിൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഭക്ഷണം കഴിച്ചോ, കുഴപ്പമില്ല. അതുപോലെ തന്നെ നല്ല വസ്ത്രം, അതുകൊണ്ട് എനിക്ക് മനസ്സിന് തൃപ്തിയും ഇബാദത്തുകൾ പങ്കെടുക്കാൻ സമാധാനവും തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ചുകൊള്ളുക, അതാണ് അടിസ്ഥാനം. عن أبي الدرداء رضي الله عنه أنه جاء من المدائن إلى الشام ماشيا. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മദായിൻ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് ഷാമിലേക്ക്, സിറിയയിലേക്ക് അദ്ദേഹം നടന്നു വന്നു. വഅലൈഹി കിസാഉൻ വദ്ദുറൂർ, അദ്ദേഹത്തിന് ഒരു കിസാ, വലിയ വസ്ത്രമുണ്ട്. ഒരു വസ്ത്രം ധരിച്ചിട്ട് അതിന്റെ മുകളിൽ പതക്കുന്ന കോട്ട് പോലെയുള്ള വസ്ത്രം, അതാണ് കിസാ എന്ന് പറയുന്നത്. മുഷമ്മിറൻ. وقال ابن شوذب رؤيا سلمان الفارسي وعليه كساء معلم الرأس ساقط. ഇദ്ദേഹം വളരെ നല്ല വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. وقال ابن شوذب, അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ പറഞ്ഞു, رؤيا سلمان الفارسي, സൽമാൻ അൽ ഫാരിസിയെ ആളുകൾ കണ്ടിട്ടുണ്ട്. وعليه كساء معلم الرأس ساقط, അദ്ദേഹത്തിന്റെ വസ്ത്രം ഇങ്ങനെ വളരെ വില കുറഞ്ഞ വസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞു. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ശവ്വഹ്ത ബിനഫ്സിക,
സൽമാൻ ഫാരിസിയോട് ആളുകൾ പറഞ്ഞു, ഷവ്വഹ്ത ബിനഫ്സിക, നീ സ്വയം അപമാനിച്ചിരിക്കുന്നു. സഹാബിയായിട്ട് ഇത്ര മോശം വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെ എന്തിനാണ് വന്നത് എന്ന് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, ഖൈർ എന്ന് പറയുന്നത് ആഖിറത്തിലെ ഖൈറാണ്. ഇയാൾ മുസ്ലിം വസ്ത്രം നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇയാൾ കാണാൻ കൊള്ളാത്ത ആളാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ തർക്കമില്ല. ആഖിറത്തിലെ ഖൈറാണ് ഖൈർ എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു. عن يزيد بن أبي حبيب في قول الله عز وجل والذين إذا أنفقوا لم يسرفوا ولم يقتروا. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്കറിയാം സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു തആല ഇബാദുർ റഹ്മാന്റെ, അല്ലാഹുവിന്റെ പ്രിയങ്കരരായ, അല്ലാഹുവിന് ഇഷ്ടമുള്ളവന്റെ അടിമകൾ, അവരുടെ വിശേഷണങ്ങൾ പറയുകയാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്, അവർ ചെലവഴിക്കുകയാണെങ്കിൽ വല്ലദീന ഇദാ അൻഫഖു, അവർ പണം ചെലവഴിച്ചാൽ അവരുടെ രീതി എന്തായിരിക്കും? ലം യുസ്രിഫു, ഇസ്രാഫ് കാണിക്കുകയില്ല, വലം യഖ്തുറു, പിശുക്കുകയുമില്ല എന്ന് പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് യസീദ് ഇബ്നു അബി ഹബീബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. കാനു ലാ യഅകുലൂന തആമൻ യൽതമിസൂന ബിഹി തനഉമൻ, അവർ സുഖിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാനല്ലാതെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം, പുതിയൊരു വിഭവം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കാറില്ല. വലാ യൽബസൂന സിയാബൻ യൽതമിസൂന ജമാലൻ, ഭംഗിക്ക് വേണ്ടിയുള്ള വസ്ത്രം ധരിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാല് പിന്നെ അത്യാവശ്യത്തിന് വസ്ത്രം അല്ലാതെ ഒരാൾക്ക് ആവശ്യത്തിന് വസ്ത്രമുണ്ട്, അപ്പൊ ഭംഗി കൂടി വേറെ വസ്ത്രം ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടും, അവിടെ പോയിട്ട് അത് അന്വേഷിച്ച് കഷ്ടപ്പെട്ട് വാങ്ങാറുണ്ടായിരുന്നില്ല. വകാനത് ഖുലൂബുഹും അലാ ഖൽബിൻ വാഹിദ്, അവരുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയായിരുന്നു. എല്ലാ സഹാബത്തും ഈ വിഷയങ്ങളിലൊക്കെ ഒരേ നിലപാടുകാരായിരുന്നു. അൻ വഖീഅൻ ഖാല, വഖീഅ് ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്നമൽ ആഖിലു മൻ അഖല അനില്ലാഹി അംറഹു ലൈസ മൻ അഖല അംറ ദുനിയാഹു. ഒരു ആഖിൽ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ അഖല അനില്ലാഹി അംറഹു, അള്ളാഹുവിന്റെ കൽപ്പന ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയവനാണ്. വലൈസ മൻ അഖല അംറ ദുനിയാഹു, ദുനിയാവിന്റെ കാര്യം മനസ്സിലാക്കിയവനല്ല. അല്ലെ, ഇപ്പോ നല്ല ഇബാദത്തുള്ള, തഖ്വയുള്ള, ഹറാം ഹലാൽ നോക്കുന്ന ഒരാൾ, പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ അയാൾക്ക് വലിയൊരു അറിവില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും. ദുനിയാവിന്റെ ഒരു കാര്യത്തിലും കഴിവില്ല, താല്പര്യമില്ല, അവന്റെ ബാധ്യതകളിൽ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ, ദുനിയാവിന്റെ വിഷയത്തിൽ വിശാലതയില്ല, കച്ചവടങ്ങളെ കുറിച്ചോ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവില്ല അയാൾക്ക്. അങ്ങനെയുള്ള ഒരാൾ, അവനാണ് ആക്കൽ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ ഹുക്മ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറ്റി നമ്മൾ മോശമായ വാക്കുകൾ പറയും, അവൻ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യത്തിന് പറ്റാത്തവനാണെന്ന് പറയും. നേരെ മറിച്ച് നല്ല കച്ചവടം ചെയ്യുന്ന, സമ്പാദിക്കുന്ന ഒരാൾ, അവൻ അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വിധികളെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവുകയില്ല. ചിലപ്പോ ഖുർആൻ എടുത്തിട്ട് ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ അവന്റെ പിന്നിൽ നമസ്കാരം ശരിയാവുകയില്ല. അങ്ങനത്തെ ആളായിരിക്കും. അവിടെ ആരാണ് ആഖിൽ, ആരാണ് ബുദ്ധിയുള്ളവൻ? ദീൻ മനസ്സിലാക്കിയവനാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിച്ചവനാണ്, അറിഞ്ഞവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് വഖീഅ് ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാഹ് പറയുന്നത്. അനിശ്ശഅബി റഹിമഹുല്ലാഹ്, താബിഈയായ ഒരു ഇമാമാണ്, ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, മാ തറക അഹദുൻ ഫിദ്ദുനിയ ശൈഅൻ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു ഒരു കാര്യം, അള്ളാഹുവിന് വേണ്ടി ഒരു നഷ്ടം സഹിച്ചു, അങ്ങനെ ചെയ്താൽ ഇല്ലാ അഅതാഹു അല്ലാഹു ഫിൽ ആഖിറതി മാ ഹുവ ഖൈറുൻ ലഹു, അതിനേക്കാൾ ഉത്തമമായത് ആഖിറത്തിൽ അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഹറാമായതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള ഒരു ഇഹ്സാനായിക്കൊണ്ട്. ഹറാമായതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വരുമാനം, ആ വരുമാന മാർഗം ഹറാമാണ് എന്നൊരു വിവരം നമുക്ക് കിട്ടി. ഇപ്പൊ കച്ചവടത്തിന്റെയൊക്കെ നിയമങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഇടപാടുകൾക്ക് ഹറാമായിരിക്കും. അപ്പൊ ഒരാളത് ഉപേക്ഷിച്ചു അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് അവൻ ആഖിറത്തിൽ നൽകുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു ഇഹ്സാനായിട്ട് ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്തു, അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തു, നമ്മുടെ ഒരു അവകാശം നമ്മൾ താഴ്ന്നു കൊടുത്തു, ഒരു അതിർത്തി തർക്കമുണ്ടായി. നമുക്കറിയാം നമ്മുടെ ഭാഗത്താണ് ന്യായം, അയൽവാസി മുസ്ലിമാണ്, അയാൾ മറ്റു കാര്യങ്ങളിലൊക്കെ നല്ലൊരു മനുഷ്യനാണ്, എന്നാൽ പോട്ടെ അവന് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇടപാടിലാണെങ്കിലും ചെറുതും വലുതുമായ ഇടപാടുകളിലൊക്കെ നമ്മുടെ ഭാഗം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇല്ലാ അഅതാഹു അല്ലാഹു ഖൈറൻ മിൻഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അല്ലാഹു അതിനേക്കാൾ നല്ലത് നൽകാതിരിക്കുകയില്ല. عن عيسى بن سنان رحمه الله قال سمعت وهب بن منبه قال لعطاء الخراساني, താബിഈങ്ങളാണ്. വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാ അത്താ അൽ ഖുറാസാനി റഹിമഹുല്ലാഹു തആലയോട് പറയുന്നത് ഞാൻ കേട്ടു, കാനൽ ഉലമാഉ ഖബ്ലനാ, നമ്മുടെ മുമ്പുള്ള ഉലമാക്കൾ, മുമ്പ് കാലത്തുള്ള ഉലമാക്കൾ, താബിഈങ്ങളാണ് പറയുന്നത്. അപ്പോ സഹാബത്തിന്റെ കാലത്തുള്ള ഉലമാക്കൾ, അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഖദ് ഇസ്തഗ്നൗ ബിഇൽമിഹിം അൻ ദുനിയ ഗൈരിഹിം, അവരുടെ ഇൽമു കൊണ്ട് മറ്റുള്ളവരുടെ ദുനിയാവിൽ നിന്ന് അവർ നിരാശ്രയരായിരുന്നു. എന്ന് പറഞ്ഞാൽ
അവരുടെ ഇൽമുമായിട്ട് നടക്കും. മറ്റുള്ളവർ ദുനിയാവിന്റെ പിന്നാലെ നടക്കാതെ അവരുടെ ശുഗൽ എന്തായിരിക്കും? ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് അന്വേഷിക്കുകയും അതിന്റെ പിന്നാലെ നടക്കും. ജനങ്ങളുടെ ദുനിയാവ് എന്താണ്, അവരുടെ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് സമ്പാദിക്കാൻ പറ്റുമോ, അവരെ സോപ്പിട്ട് അവരുടെ പിന്നാലെ നടന്ന് അവരോട് പണക്കാരോട് കമ്പനി കൂടി എന്തെങ്കിലും സമ്പാദിക്കാമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇൽമുമായി അവർ മുഴുകുമായിരുന്നു. മറ്റുള്ളവരുടെ ദുനിയാവിലേക്ക് അവർ തിരിഞ്ഞു നോക്കാറില്ല. ചില ആൾക്കാർ കാണാം ഇൽമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ സുഹൃത്തുക്കൾ എപ്പോഴും നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരായിരിക്കും. അതിനെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അവരുമായിട്ടുള്ള ബന്ധമൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതൊരു ഇടിവ് തട്ടാതിരിക്കാൻ അവർ ശ്രമിക്കും. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അവരിങ്ങനെ ഒരുക്കി നിർത്തും കുറെ പണക്കാരെയൊക്കെ. അങ്ങനെ ബന്ധപ്പെടാൻ പോയിട്ട് പണക്കാരെ തിരിഞ്ഞു നോക്കാറ് കൂടിയില്ല. വകാന അഹ്ലുദ് ദുനിയ, അന്ന് ദുനിയാവിന്റെ ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? സഹാബത്തിന്റെയും താബഈങ്ങളുടെയും കാലത്ത് യബ്ദുലൂന ലഹും ദുനിയാഹും, ഈ പണ്ഡിതന്മാരുടെ അടുത്ത് വന്നിട്ട് ദുനിയാവ് കൊണ്ടുവന്ന് കൊടുക്കും. അവര് എന്തിനു വേണ്ടി? റഗ്ബത്തൻ ഫി ഇൽമിഹിം, ഇവരുടെ ഇൽമിലുള്ള ആഗ്രഹം കൊണ്ട്. എന്ന് പറഞ്ഞാല് ഒരു ആലിമിന്റെ ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഇരിക്കാൻ ഈ പണക്കാരൻ ആഗ്രഹിക്കും. എന്നിട്ട് അതിനുവേണ്ടി ഇവന് പണം കൊണ്ടുവന്ന് കൊടുക്കും, ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആയിരുന്നു അടുത്ത കാലം വരെയുള്ള ഇപ്പോഴുമുള്ള യഥാർത്ഥ ഉലമാക്കൾ, ഹക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഉലമാക്കൾ നമ്മൾ നോക്കിയാൽ കാണാം. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കള് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ദുനിയാവിന്റെ ആളുകളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നിടത്തോളം അള്ളാഹു തആല എന്ത് ചെയ്യും? ഇവരെ കൊണ്ട് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്കറിയാം. അബ്ദുൽ അസീസ് രാജാവിന്റെ സൗദി അറേബ്യ ഭരിച്ചിരുന്ന, ഇപ്പോഴത്തെ സൗദി അറേബ്യ സ്ഥാപിച്ച മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹം അന്വേഷിച്ചു പോകുമായിരുന്നു ഇങ്ങനെയുള്ള സ്വാദിഖ്യങ്ങളായ സത്യസന്ധന്മാരായ ജാഹിദീങ്ങളായ ഉലമാക്കൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ കാണാം. അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് സൗദി അറേബ്യ അദ്ദേഹം തിരിച്ചു പിടിച്ച ചരിത്രമൊക്കെ വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം അധികം ആൾക്കാർ വിശദീകരിക്കില്ല. കാരണം അദ്ദേഹം കുറെ ദർഗകൾ പൊളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മുളച്ചു നിൽക്കുന്ന കാര്യം അതാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുറെ ദർഗകൾ പൊളിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അദ്ദേഹത്തിന്റെ ചരിത്രം അധികം വിശദീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ടുണ്ട്, ശരിയായ ജിഹാദ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സൗദി അറേബ്യ ഇത്രയും വലുപ്പമാക്കിയെടുത്തത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയായിരുന്നു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ട് മറ്റൊരു രാജാവ് അവരുടെ ഭരണം പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ ഉപ്പയെ നാട് കടത്തി, അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ റഹിമഹുല്ലാഹ്. അങ്ങനെ അദ്ദേഹം കുവൈത്തിലേക്ക് രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ അഭയം കൊടുത്തു. കുവൈത്ത് എന്ന് പറയുന്നത് ചെറിയൊരു ദരിദ്ര രാജ്യമാണ്. 100-200 വീടുകളൊക്കെയുള്ള ചെറിയൊരു ഗ്രാമം. അവിടെ അദ്ദേഹം ഒളിവിൽ താമസിക്കുകയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് അവിടെ വെച്ച് ജനിച്ച മകനാണ് അബ്ദുൽ അസീസ്. ഈ അബ്ദുൽ അസീസ് നിങ്ങളൊക്കെ പ്രായം, ഇവിടെയുള്ള കുട്ടികളുടെ പ്രായം ചിലപ്പോൾ 20 വയസ്സ് 25 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിന് 40 സുഹൃത്തുക്കളും കൂടിയാണ് റിയാദിലേക്ക് വന്ന് അന്നത്തെ അവിടെ ഭരണാധികാരിയുമായി, അവരുടെ അധികാരമാണ്, അവരുടെ രാജ്യമാണ്, ഒരു യുദ്ധമുണ്ടായി അങ്ങനെ ഭരണം തിരിച്ചുപിടിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മരണം വരെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ രാജ്യം കെട്ടിപ്പടുത്തത് റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ദിവസം, ഇപ്പൊ ലോകത്ത് പല രാജ്യങ്ങൾ നടക്കുന്നത് പോലെ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ രാജാവ് അധികാരം ഏറ്റെടുത്ത ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആചാരം ഉണ്ടാവും. അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനം പത്രങ്ങളിലൊക്കെ വന്നു. അന്നത്തെ കുറെ പണ്ഡിതന്മാര് കൂടിയിട്ട് തീരുമാനിച്ചു, ഇത് ഇസ്ലാമിൽ അനുവാദമില്ലാത്ത കാര്യമാണ്. ഒരു ഡേറ്റ് പ്രത്യേകം ഫضل കൊടുത്തിട്ട് ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമിലില്ല. അത് 2 പെരുന്നാൾ മാത്രമേ ഉള്ളൂ. വർഷത്തിൽ കലണ്ടറിലെ ഒരു ഡേറ്റിന് പ്രത്യേകം ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളത്. അത് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, ബാക്കിയുള്ളതെല്ലാം ബിദ്അത്താണ്. അങ്ങനെ ഈ പണ്ഡിതന്മാരെല്ലാരും കൂടി ഒരു കത്ത് എഴുതി, അത് ഒപ്പിട്ട് അവര് കൊടുത്തു. അതിൽ ഒന്നാമത് ഒപ്പിട്ട ആള് ഹറമിൽ ഇമാമായിരുന്ന, മക്കത്തെ ഹറമിൽ ഇമാമായിരുന്ന അബ്ദുല്ലാഹിർ അബു സംഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം മിസ്രിയാണ്. രണ്ടാമത് ഒപ്പിടുന്നത് മുഹമ്മദ് തഖീദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ്. അദ്ദേഹം മഗ്രിബിയാണ്, മൊറോക്കോക്കാരനാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് അറിയില്ല. എന്തായാലും ഒന്നാമത്തതിന്റെ നേതൃത്വം കൊടുത്ത ആളുകൾ സൗദികളുമല്ല. അങ്ങനെ ഈ കത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു, ഈ പറഞ്ഞ ചടങ്ങ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ആലിം, മിസ്രിയായിരുന്ന, സൗദി അറേബ്യയിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ആലിം ഇവരെ എതിർത്തു, ഈ പണ്ഡിതന്മാരെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ രാജാവിനെ ചോദ്യം ചെയ്യാൻ. ഈ വിഷയം മുഹമ്മദ് ഇബ്രാഹിം ആൽ ഷെയ്ഖ്, അന്നത്തെ മുഫ്തിയാണ്, അദ്ദേഹത്തെ മുന്നിലെത്തി. അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ മിസ്രിയായ ആലിമ് ഇങ്ങനെ കത്ത് കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ ആളും മറ്റുള്ള ആളുകളും വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവർ നസീഹത്തല്ലേ കൊടുത്തത്, രഹസ്യമായിട്ടല്ലേ പറഞ്ഞത്. രാജാവിനോട് പരസ്യമായി നസീഹത്ത് കൊടുക്കാൻ പാടില്ല, പരസ്യമായി സംസാരിക്കാൻ പാടില്ല, രഹസ്യമായിട്ടല്ലേ അവർ നസീഹത്ത് കൊടുത്തത്, തർക്കടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ മിസ്രിയായ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആലിം പറയുന്നത്, രാജാവ് ഏതായാലും തീരുമാനിച്ചതാണ്,
പിന്നെ അടുത്ത വർഷം പറഞ്ഞാൽ പോരെ. ഈ വർഷത്തെ ഏതായാലും പത്രത്തിലൊക്കെ പരസ്യം വന്നു. അന്നത്തെ അവിടുത്തെ അറിയപ്പെട്ട പത്രമാണ് ഉമ്മുൽ ഖുറാ എന്ന് പറയുന്ന പത്രം. അതിലൊക്കെ വന്നു. ഇനി രാജാവ് തിരുത്താന്ന് പറഞ്ഞാൽ രാജാവിന് മോശമല്ലേ? അതുകൊണ്ട് ഇവര് അഹങ്കാരികളാണ്, അതവില്ലാത്തവരാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ മുഹമ്മദ് ഇബ്രാഹിം ആൽ ഷേഖ് വീണ്ടും അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, അവര് നസീഹത്ത് കൊടുത്തല്ലേ, രാജാവ് തിരുത്തിക്കോട്ടെ, പത്രത്തിൽ വന്നാലെന്താ. പിന്നീട് അദ്ദേഹം തിരുത്തി. അദ്ദേഹം പത്രത്തിൽ പരസ്യം കൊടുത്തു, എനിക്ക് ഉലമാക്കൾ ഇങ്ങനെ നസീഹത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പിൻവലിച്ചിരിക്കുന്നത്. അറിയപ്പെട്ട ചരിത്രമാണ്. തഖീദ് ഹിലാലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശറഹിൽ അദ്ദേഹം പിന്നെ അതിന്റെ ആമുഖത്തിൽ അത് തഹ്ഖീഖ് ചെയ്ത ഷെയ്ഖ് മഷ്ഹൂർ ഹസൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ് സംഭവം. അദ്ദേഹത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെയാണ് റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഉലമാക്കളുടെ അവസ്ഥ. യഥാർത്ഥ ഉലമാക്കൾ അവർ പണക്കാരുടെ പിന്നാലെ പോവില്ല, നേരെ മറിച്ച് അല്ലാഹു തആല അവരുടെ കൽബുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഷെയ്ഖ് ബിൻ ബാസിന്റെ അടുത്ത് പണക്കാർ വരും, എന്നിട്ട് ലക്ഷക്കണക്കിന് റിയാൽ ഷെയ്ഖിനെ ഏൽപ്പിക്കും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി, സ്വതക്ക ചെയ്യാൻ വേണ്ടി. അദ്ദേഹം നിരവധി വിദ്യാർത്ഥികളെ ചെലവ് കൊടുത്ത്, വീട് കൊടുത്ത് അവിടെ പഠിപ്പിക്കാൻ വേണ്ടി താമസിപ്പിക്കുമായിരുന്നു ഇവരുടെ പണം ഉപയോഗപ്പെടുത്തി. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അദ്ദേഹം സ്വതക്ക കൊടുത്തേക്കുമായിരുന്നു ഇവരുടെ പണം. ഷെയ്ഖിന്റെ സദസ്സിൽ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു പണക്കാരൻ എന്തെങ്കിലും ഒരു അപമര്യാദ കാണിച്ചാൽ എന്ത് ചെയ്യും? ഷെയ്ഖ് അപ്പൊ തന്നെ അവനെ മര്യാദ പഠിപ്പിക്കുമായിരുന്നു ഷെയ്ഖ് ബിൻ ബാസ്. അപ്പൊ ഇങ്ങനെ സ്വതക്ക ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും എനിക്ക് പണം തരുന്നവരാണല്ലോ എന്ന് വിചാരിച്ച് ഒരു അനുഭവവും അവരോട് കാണിച്ചിരുന്നില്ല. അവർക്ക് ഇങ്ങോട്ട് തരാൻ താല്പര്യമുണ്ടെങ്കിൽ തരാം, ഇതാണ് ഷെയ്ഖ് ബിൻ ബാസിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്ന ഒരു കഥ കേൾക്കാം. അദ്ദേഹത്തിന്റെ മജ്ലിസിലൊരിക്കൽ ഒരു വലിയ പണക്കാരൻ വന്നിരുന്നിട്ട് അങ്ങനെ കണക്ക് പറയാൻ തുടങ്ങി. ഞാൻ 10 ലക്ഷം റിയാലിന് ഒരു ബിൽഡിംഗ് വിറ്റു, വേറൊരു ബിൽഡിംഗ് 20 ലക്ഷത്തിന് വാങ്ങി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇയാൾ കുറെ മില്യൺ കണക്കിന് പണത്തിന്റെ കണക്ക് പറയാൻ തുടങ്ങി. ഷെയ്ഖ് ബിൻ ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 ലക്ഷം റിയാൽ എനിക്ക് വേണം, ഇന്ന സ്ഥലത്ത് ഇന്നൊരു ആവശ്യമുണ്ട്, സ്വതക്ക ചെയ്യാൻ വേണ്ടി ഒരു 10 ലക്ഷം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അയാള് സൈലന്റായി. അയാൾക്ക് അയാളുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി സംസാരിച്ചതാണ്. അപ്പൊ ഷെയ്ഖ് അത് മനസ്സിലാക്കി തന്നെ പറഞ്ഞതാണ്, ഒരു 10 ലക്ഷം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞോടുകൂടി അയാൾ നിർത്തി. ഇങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. അവരെ സുഖിപ്പിക്കുമായിരുന്നില്ല. അത് രാജാവായാലും പണക്കാരനായാലും ദുനിയാവിന്റെ ആളുകളായിട്ടുള്ള ആരായിരുന്നാലും. ഇത് സഹാബത്ത് മുതൽ ഇപ്പോൾ വരെയുള്ള പണ്ഡിതന്മാർ കൈമാറിപ്പോന്നിട്ടുള്ള പാരമ്പര്യമാണ്. അങ്ങനെ അവർ എത്രമാത്രം ഇവരിൽ നിന്ന് അകലുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഈ പണക്കാരെ ഈ ഉലമാക്കളുടെ പിന്നാലെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു പതിവ്. അദ്ദേഹം പറയുകയാണ്, വഹബ് ബിൻ മുനബ്ബിഹ് പറയാൻ, പക്ഷെ ഇന്നത്തെ പണ്ഡിതന്മാർ പണക്കാരുടെ പിന്നാലെ തങ്ങളുടെ ഇൽമും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ വന്ന് ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഇവന്റെ സുഹബത്തിന് വേണ്ടി ഇവരുടെ ഇൽമുമായി അങ്ങോട്ട് പോയി മത്സരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവരുടെ ഈ ആഗ്രഹം കണ്ടിട്ട് പണക്കാർക്ക് ഇവരോട് മതിപ്പില്ലാതെയായി അവർ ഇവരുന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന് വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് എന്ന താബിഈൻ പറയുന്നത്. അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകളെ കുറിച്ചായിരിക്കും. ഇപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇത് ദീൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ മാത്രമായിരിക്കണം ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈവിടുകയില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു തആല നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. അൻ ബിശ്ർ ബിൻ അൽ ഹാരിസ് റഹിമഹുല്ലാഹ്, ബിശ്ർ ബിൻ അൽ ഹാരിസ് അദ്ദേഹം ഒരു അറിയപ്പെട്ട സാഹിദാണ്. അദ്ദേഹം പറയുന്നു, തൂബ ലിമൻ തറക ശഹവതൻ ഹാദിറ ലിമൗഇദി ഗൈബിൻ ലം യറഹ്. തൂബ, മംഗളങ്ങൾ, സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക. ആരാണ്? ലിമൻ തറക ശഹവതൻ ഹാദിറ, കൺമുന്നിലുള്ള ശഹവത്ത് ഉപേക്ഷിച്ചവൻ. ലിമൗഇദി ഗൈബിൻ ലം യറഹു, അവൻ കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ ഒരു വാഗ്ദാനത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് കൺമുന്നിലുള്ള ശഹവത്ത് ഉപേക്ഷിച്ചവൻ സന്തോഷിച്ചുകൊള്ളുക. ഇതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം. നമ്മൾ കണ്ടിട്ടില്ലാത്ത പക്ഷെ അല്ലാഹു തആല ഉറപ്പ് പറഞ്ഞിട്ടുള്ള സ്വർഗം, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൺമുന്നിലുള്ള ശഹവത്ത് ഒഴിവാക്കുക. അങ്ങനെയുള്ളവർ സന്തോഷിച്ചുകൊള്ളുക എന്നാണ് ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ ദുനിയാവിനോട് അകലാൻ, ദുനിയാവിലെ ആകർഷണങ്ങൾ അത് നമ്മെ ഹറാമിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ ഇബാദത്തുകളിൽ നിന്ന് ശുഗലാക്കുമെന്ന് തോന്നുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ്. ലിമൗഇദി ഗൈബിൻ ലം യറഹു, താൻ കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ ആ വാഗ്ദാനം അഥവാ സ്വർഗമുണ്ട്. ഇതിനേക്കാൾ വലുത് സ്വർഗത്തിലുണ്ട്. ഇപ്പൊ ദുനിയാവില് ഒരു ഹറാമായ ബന്ധം, ഒരു പുരുഷന് സ്ത്രീയുമായി അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനുമായിട്ടുള്ള ബന്ധം, അത് മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ആകർഷണം തോന്നുക എന്നുള്ളത് അത് വിചിത്രമല്ല, അത് മനുഷ്യ പ്രകൃതമാണ്. പക്ഷേ മനസ്സിൽ ഉറപ്പിക്കുക, ഇതിനേക്കാൾ നല്ലവരായ ഇണകൾ സ്വർഗത്തിലുണ്ടാകും. അപ്പോ അത് പ്രതീക്ഷിച്ചുകൊണ്ട്, ലിമൗഇദി ഗൈബിൻ, മറഞ്ഞതായ ആ വാഗ്ദാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. അതുപോലെ ദുനിയാവിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും ഉണ്ടായിരിക്കും, നമുക്ക് ആസ്വദിക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ ആ വാഗ്ദാനം പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റി നിർത്തുക. അങ്ങനെ ചെയ്താൽ അവർ സന്തോഷിച്ചുകൊള്ളുക.
عن جعفر قال سمعت مالك بن دينار رحمه الله يقول تابعي مالك بن دينار رحمه الله അദ്ദേഹം പറഞ്ഞു بقدر ما تحزن للدنيا كذلك يخرج هم الآخرة من قلبك. ഇത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. നീ ദുനിയാവിന് വേണ്ടി എത്രത്തോളം ദുഃഖിക്കുന്നുവോ ബിഖദ്രി ഹുസ്നിക ലിദ്ദുനിയ, ദുനിയാവിന്റെ പേരിൽ നീ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടോ കദാലിക യഖ്റുജു ഹമ്മുൽ ആഖിറത്തി മിൻ ഖൽബിക, ആ അളവിൽ ആഖിറത്തിന്റെ ഹമ്മ്, ആഖിറത്തിന്റെ വേവലാതി നിന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നുന്നു നമസ്കാരത്തിലൊക്കെ നല്ല ആയത്തുകൾ, എല്ലാ ആയത്തുകളും നല്ലതാണ്, നമ്മെ സ്വാധീനിക്കേണ്ട ആയത്തുകൾ, ആഖിറത്തിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തുകൾ കേട്ടിട്ട് നമുക്കൊരു ഇളക്കം തട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോ ചിലപ്പോൾ ഒരു ഖത്തം തീർത്തപ്പോ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോയി കരഞ്ഞിട്ടുണ്ടാവില്ല. ദുആ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗമാണ് ചോദിക്കുന്നത്, നരകത്തിൽ നിന്നാണ് കാവൽ തേടുന്നത്, പക്ഷെ നമ്മെ സ്വാധീനിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിഖദ്രി ഹുസ്നിക ലിദ്ദുനിയ, ദുനിയാവിനോടുള്ള, ദുനിയാവിന്റെ പേരിലുള്ള ദുഃഖം. ദുനിയാവിൽ നമുക്ക് അവിടെ ഒരു സ്ഥലം നഷ്ടപ്പെട്ടു, ഇവിടെ ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നു, ഇവിടെ ഒരു ജോലി പോയി, അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞു, ഇങ്ങനെ ഉള്ള നഷ്ടങ്ങളുടെ പേരിൽ എത്ര ദുഃഖിക്കുന്നുണ്ടോ ആ ദുഃഖത്തിന്റെ അളവിനനുസരിച്ച് ആഖിറത്തിനോടുള്ള നിലയും വിലയും നിന്റെ മനസ്സിൽ നിന്ന് കുറഞ്ഞു പോകും. ദുനിയാവിന്റെ ദുഃഖങ്ങളാണ് ഇബാദത്തുകളിലും അതുപോലെ തന്നെ ആഖിറത്തിന്റെ ചിന്തയിലും നമുക്ക് കുറവ് വരാനുള്ള കാരണം. വബിഖദ്രി മാ തഹ്സനു ലിൽ ആഖിറ, ഇനി ഈ ദുനിയാവിന്റെ ദുഃഖങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്? മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കിയാലേ നമുക്ക് ആഖിറത്ത് ഓർക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള മാർഗം ബിഖദ്രി മാ തഹ്സനു ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നീ എത്രത്തോളം ദുഃഖിക്കുന്നുണ്ടോ യഖ്റുജു ഹമ്മു ദുനിയ മിൻ ഖൽബിക, ദുനിയാവിനോടുള്ള വിഷമം, ദുനിയാവിന്റെ പേരിലുള്ള വിഷമം നിന്റെ കൽബിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുക, ആത്മാർത്ഥമായി ബോധപൂർവം എനിക്ക് ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് നിശ്ചയിച്ച് തീരുമാനിച്ചിരുന്ന് സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഞാൻ സ്വർഗത്തിൽ എന്റെ നഫ്സിനെ സങ്കല്പിച്ചു, സ്വർഗത്തിലുള്ള ഹൂറിലിന്റെ കൂടെ, സ്വർഗത്തിലെ അരുവികൾക്കിടയിൽ, സ്വർഗത്തിലെ മനോഹരമായ വീടുകളിൽ, അവിടെയുള്ള പഴങ്ങൾക്കിടയിൽ, അവിടെയുള്ള കട്ടിലുകൾ, ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ രംഗങ്ങളിലൊക്കെ ഞാൻ ഇരിക്കുന്നതായി സങ്കല്പിച്ചു. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നിനക്ക് വേണോ? അതുപോലെ നരകത്തിന്റെ സഖൂം, അതുപോലെ തന്നെ നരകത്തിന്റെ തീ, നരകത്തില് കുടിക്കേണ്ടി വരുന്ന ചെലവും ചോരയും, ഇങ്ങനെയുള്ള അവിടെയുള്ള ഭയാനകതകൾ, അതിനിടയിൽ ഞാൻ ഇരിക്കുന്നതായി സങ്കല്പിച്ചു നോക്കി. എന്നിട്ട് ഞാൻ എന്റെ നഫ്സിനോട് ചോദിച്ചു, ഇവിടെ നീ എത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആഖിറത്തിന്റെ കാര്യത്തെക്കുറിച്ച് അവിടെ നമ്മൾ ഉള്ളതായിട്ട് സങ്കല്പിക്കണം. എവിടെയോ ദൂരെ ഇങ്ങനെ ഒരു സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അവിടെ നമ്മൾ എത്തിയാലുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ അവിടെ നിൽക്കുന്നത് പോലെ സങ്കല്പിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള സങ്കടവും വിഷമവും നമ്മുടെ മനസ്സിൽ വരും. അതെത്ര വർദ്ധിക്കുന്നുവോ അത് ഒറ്റ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായ അളവിലൊന്നും ഉണ്ടാവില്ല. നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദുനിയാവിനോടുള്ള നമ്മുടെ ആഗ്രഹവും ദുനിയാവിന്റെ പേരിലുള്ള വിഷമവും ഒക്കെ കുറഞ്ഞു വരും. ഇത് കുറയുന്നതനുസരിച്ച് ഇത് കൂടും. അങ്ങനെയാണ് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയും ഇബാദത്തുകളിലുള്ള ശ്രദ്ധയും ഒക്കെ വരാനുള്ള മാർഗം എന്നാണ് മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നത്. عن أيوب السختياني رحمه الله قال كان الحسن البصري رحمه الله يقول, حسن البصري رحمه الله പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, إذا رأيت الرجل ينافس في الدنيا, ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാൾ മത്സരിക്കുന്നത് കണ്ടാൽ ഫനാഫിസ്ഹു ഫിൽ ആഖിറ, നീ ആഖിറത്തിന്റെ കാര്യത്തിൽ അവനോട് മത്സരിച്ചുകൊള്ളുക. അപ്പൊ ദുനിയാവില് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള സുഹൃത്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാരണം നമുക്ക് ദുനിയാവിനോട് ആഗ്രഹമില്ലെങ്കിലും വേറൊരാള് നമ്മോട് മത്സരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള ഒരു മടി നമുക്കുണ്ടാകും. നമുക്കങ്ങനെ സൂക്ഷിക്കണമെന്നും ആഗ്രഹമില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് പ്രായമായിട്ടുണ്ടാകും, ഭക്ഷണത്തോട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ വരുമാനത്തിന് അങ്ങനെ ഒരു മാർഗത്തിന്റെ ആവശ്യമില്ല, മക്കളൊക്കെ ഉണ്ട് സമ്പാദിക്കാൻ. പക്ഷെ പിന്നെയും തന്റെ അപ്പുറത്ത് കച്ചവടം ചെയ്യുന്ന ആള് ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോ ഇല്ല, മരിക്കുന്നവരെ വിട്ടുകൊടുക്കൂല എന്നുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ വരിക. അങ്ങനെ ഒരു മത്സരത്തിന്റെ ചിന്ത വരുന്നുണ്ടെങ്കിൽ ഫനാഫിസ്ഹു ഫിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ മത്സരിച്ചുകൊള്ള. മരിക്കാറായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, തല നരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ദുനിയാവിൽ ഇവനോട് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ആഖിറത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നതാണെന്ന് തീരുമാനിച്ചാൽ ഒരു പരിധിവരെ ദുനിയാവിനോടുള്ള ഹുബ്ബ് കുറയും. عن عمران القصير قال سمعت الحسن وسأله رجل فقال إني سألت فقيها. ഹസൻ ബസരിയോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കാൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചോദ്യം ചോദിക്കാൻ വന്ന ആൾ പറഞ്ഞു, ഇന്നി സഅൽതു ഫഖീഹൻ. അങ്ങനെയാണ് ചോദ്യം തുടങ്ങുന്നത്. ഞാനൊരു ഫഖീഹിനോട്, ഒരു പണ്ഡിതനോട് ഒരു ചോദ്യം ചോദിച്ചു. അയാൾ എങ്ങനെ പറഞ്ഞു, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നി സഅൽതു ഫഖീഹൻ, ഞാനൊരു പണ്ഡിതനോട് ഒരു വിഷയം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹസൻ ബസരി പറഞ്ഞു, വഹൽ റഅയ്ത ഫഖീഹൻ ലാ അബാലക്, നിന്റെ ഉപ്പ് മരിച്ചു പോട്ടെ എന്നാണ് ലാ അബാലക്ക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അറബിയിൽ പറയുന്ന ഒരു വാക്കാണ്. അതിന്റെ ഹഖീഖത്ത് ഉദ്ദേശിച്ചിട്ടല്ല, നിന്റെ ഉപ്പ് മരിച്ചു പോട്ടെ എന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല, ഒരാളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നീ എവിടെയെങ്കിലും ഒരു ഫഖീഹിനെ കണ്ടിട്ടുണ്ടോ? നീ ഫഖീഹിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഒരു യഥാർത്ഥ ഫഖീഹിനെ നീ കണ്ടിട്ടുണ്ടോ?
എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള ചോദിച്ചു. അങ്ങനെ ഫഖീഹ് എന്ന വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഹസൻ ബസ്രിക്ക് വളരെ വിഷമമായി. കാരണം ഫിഖ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഇനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നമൽ ഫഖീഹ്, യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അസ്സാഹിദു ഫിദ്ദുനിയ, ദുനിയാവിനോട് സുഹൃദുള്ളവനാണ്. അൽ ബസീറു ബിദംബിഹി, തന്റെ പാപങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനാണ്, തന്റെ കുറവുകളെ കുറിച്ച് അറിയുന്നവനാണ്. അൽ മുദാവിമു അല ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ പതിവായി അതിൽ പിന്നെ കണിശത പുലർത്തുന്നവനാണ്. ഈ 3 സ്വഭാവങ്ങളുള്ളവനാണ് ആലിം എന്ന് പറയുന്നത്. ദുനിയാവിനോട് വിരക്തി, അതുപോലെ തന്നെ തന്റെ പാപങ്ങളെ കുറിച്ചുള്ള ബോധവും പേടിയും. അയാൾ കണ്ടാൽ തന്നെ പേടിച്ച് നടക്കുന്നത് നമുക്ക് തോന്നും. അതുപോലെ ഇബാദത്തിൽ സജീവത, ഇതുള്ള ഒരാളെ നീ കണ്ടിട്ടുണ്ടോ? എന്നിട്ടല്ലേ അയാളുടെ ചോദ്യം ചോദിക്കുന്നത്, എന്നിട്ടല്ലേ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങോട്ട് വന്ന് പറയുന്നത് എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞ് അവന്റെ ചോദ്യം അവിടെ അവസാനിപ്പിച്ചു എന്നാണ്. അന്നത്തെ കാലത്ത് പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ, ചെറിയ ചെറിയ കുറവുകൾ, അതിന്റെ പേരിലാണ് ഇവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ, ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ, നമുക്ക് ആരോടാണ് പരാതി പറയാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസ്ഥകൾ നന്നാക്കട്ടെ, നമുക്ക് പുറത്തു തരട്ടെ. അപ്പോ യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കുക, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ ഇബാദത്തിൽ സജീവമാകും. അതാണ് യഥാർത്ഥ അറിവ് എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്. عن أبي كعب الأزدي رحمه الله قال سمعت الحسن يقول, ഹസൻ ബസ്രി റഹിമഹുല്ലാഹു തആല തന്നെ പറഞ്ഞു, അൽ മുഅ്മിനു ഫി ദുനിയ കൽ ഗരീബ്, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ, ഒരു വിദേശിയെ പോലെ ആയിരിക്കും. എന്നാൽ വിദേശിയുടെ സ്വഭാവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉപമയാണ്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ആവുക എന്നുള്ളത്. എന്നിട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്താണ് ഒരു വിദേശിയുടെ സ്വഭാവം? ലാ യജ്സഉ മിൻ മനാസിലിഹാ ولا يأنس في عزها للناس ولا يأنس في عزها للناس حال وله حال لا يجزع من منازلها, ദുനിയാവിന്റെ അവസ്ഥകളിൽ അവൻ വെപ്രാളം കാണിക്കുകയില്ല. അവിടെ ദാരിദ്ര്യം വന്നാലും അവിടെ സുഖമുണ്ടായാലും അതിൽ അവൻ ഒരു വെപ്രാളം കാണിക്കുകയില്ല. ഇപ്പൊ ഒരാൾ വിദേശത്ത് ജോലിക്ക് പോയി, അയാളുടെ റൂം കുറച്ച് നന്നായി, അല്ലെങ്കിൽ വേറൊരു റൂമിൽ താമസിക്കേണ്ടി വന്നു, കുറച്ച് സൗകര്യം കുറഞ്ഞുപോയി, അതൊന്നും വിഷമിക്കുകയില്ല. കാരണം അവനറിയാം ഒരു ദിവസം ഇവിടുന്ന് പോകാനുള്ളതാണ് എന്തായാലും, അല്ലെ? കൂടുതൽ പോകാനുള്ള ആ മടക്കയാത്ര അടുത്തു വരുന്തോറും അവൻ അവിടുത്തെ ശ്രദ്ധ കുറഞ്ഞു വരും. എന്ത് സൗകര്യം കൂടിയാലും കുറഞ്ഞാലും ഇപ്പൊ വലിയൊരു റൂം കിട്ടി, അവനത് സന്തോഷിക്കുമോ? ഇല്ല. കാരണം അവൻ പണിയെടുക്കാനുള്ളവനാണ്. ആ ഉറങ്ങാനുള്ള സമയത്ത് മാത്രമാണ് റൂമിലേക്ക് വരാനുള്ളത്. അത് കിടക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. അത്രയും അവന് ചിന്ത ഉണ്ടാവുകയുള്ളൂ. വലാ യഅനസു ഫീ ഇസ്സിഹാ, ആ ദുനിയാവിൽ അവന് കിട്ടുന്ന ഇസ്സത്ത്, അഭിമാന, പ്രതാപം, അതിൽ അവൻ ഇണങ്ങുകയുമില്ല. വലിയ എന്തോ കിട്ടി എന്നവൻ വിചാരിക്കുകയുമില്ല. അവിടെ എന്ത് കിട്ടിയാലും അവൻ അതിൽ മതിമറക്കുകയില്ല. ലിന്നാസി ഹാലുൻ വലഹു ഹാൽ, ജനങ്ങൾക്ക് ഒരു ഹാലായിരിക്കും, അവന് വേറെ ഹാലായിരിക്കും. അപ്പൊ അങ്ങനെയല്ലേ വിദേശത്ത് ജീവിക്കുന്ന ആ നാട്ടുകാര്, അവരുടെ സ്വഭാവം വേറെയും അവിടെ ജോലിക്ക് വന്ന ആൾക്കാരുടെ സ്വഭാവം വേറെ ആയിരിക്കും. ജോലിക്ക് വന്നവൻ എപ്പോഴും പുറത്തെത്താനുള്ള ചിന്തയായിരിക്കും, അവൻ എന്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചിന്തയായിരിക്കും. അവിടെ ചിലപ്പോ വല്ല പിന്നെ ചവറുകൂനയിൽ എന്തെങ്കിലും കണ്ടാൽ അതും അവന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അത്രക്ക് അവന് തന്റെ നാട്ടിലേക്ക് പോകാനുള്ള ചിന്തയും നാടിനെ കുറിച്ചുള്ള ചിന്തയുമായിരിക്കും. ആ നാട്ടുകാരുടെ അവസ്ഥ വേറെ ആയിരിക്കും. അതുപോലെയാണ് ദുനിയാവിൽ ഒരു മുഅ്മിന്റെ അവസ്ഥ. എന്തൊക്കെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചിന്തയായിരിക്കും അവനുണ്ടാവുക. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുന്നു, ഇന്നൽ മുഅ്മിന ഫി ദുനിയ ഗരീബുൻ, മുഅ്മിൻ എന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു അപരിചിതനാണ്. ലാ യഖ്ലഉ ലിദുല്ലിഹ, അതിലെന്തെങ്കിലും ഒരു ദില്ലത്ത് വന്നാൽ, അപമാനമോ അതുപോലെ തന്നെ ഒരു പിന്നെ താഴ്മ അവനെ ബാധിച്ചാൽ, ലാ യഖ്ല, അതിന്റെ പേരിൽ അവൻ വിഷമിക്കുകയില്ല. വലാ യുനാഫിസു അഹ്ലഹാ ഫി ഇസ്സിഹ, അവിടെ എന്തെങ്കിലും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ദുനിയാവിന്റെ ആളുകളുമായി അവൻ മത്സരിക്കുകയുമില്ല. അന്നാസു മിൻഹു ഫി റാഹ, അവനെക്കുറിച്ച് ജനങ്ങൾ റാഹത്തിലായിരിക്കും, അവനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. കാരണം ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ അവർ ഉപദ്രവിക്കണം, അതെന്തായാലും ചെയ്യുകയില്ല. അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് മത്സരിക്കണം, അതിനുമില്ല. അവൻ അവന്റെ ആഖിറത്തിന്റെ ചിന്തയിലാണ്. വനഫ്സുഹു മിൻഹു ഫീ ശുഗ്ൽ, അവന്റെ നഫ്സ് അവനെ കൊണ്ട് തളരും. ആളുകൾക്ക് ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, അവനായിരിക്കും അവനെ കൊണ്ട് ബുദ്ധിമുട്ട്. എന്നാൽ എപ്പോഴും തന്റെ തെറ്റിനെ കുറിച്ച് ഇങ്ങനെ പരാതി മനസ്സിൽ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇബാദത്തുകളിൽ താൻ ബാക്കിലാണല്ലോ എന്നുള്ള ചിന്ത അവനുണ്ടായിരിക്കും. അങ്ങനെ സ്വയം അവൻ ബുദ്ധിമുട്ടിക്കും, അങ്ങനെ ചിന്തിച്ചുകൊണ്ട്. മറ്റുള്ള ആളുകൾക്ക് അവനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഫതൂബാ ലിഅബ്ദിൻ കസബ ത്വയ്യിബൻ വഖദ്ദമ അൽ ഫദ്ല ലിയൗമി ഫഖ്രിഹി വഫാഖതിഹി, ദുനിയാവിലെ ഹലാല് മാത്രം സമ്പാദിക്കുകയും ബാക്കിയുള്ളത് അവന്റെ ആവശ്യത്തിന്റെ ദിവസത്തിന് വേണ്ടി എടുത്തു വെക്കുകയും ചെയ്തവന് സന്തോഷം. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആവശ്യത്തിനുള്ളത് മാത്രം, ശുദ്ധമായ ഹലാല് മാത്രം സമ്പാദിച്ച് ബാക്കിയുള്ള സുഖങ്ങളൊക്കെ യഥാർത്ഥ ദിവസത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചവന് സന്തോഷ വാർത്ത. النعيم بن سلام رحمه الله قال دخلت على عمر ابن عبد العزيز, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ അടുത്തേക്ക് ഞാൻ പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉമവി ഖലീഫമാരിൽപ്പെട്ട ഒരു ഖലീഫയാണ്. അദ്ദേഹം
ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് 5ാമത്തെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഖലീഫന്മാർ കഴിഞ്ഞിട്ട് ഇദ്ദേഹവും ഖലീഫയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രമാത്രം ശരീഅത്ത് നടപ്പിലാക്കിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. നീതി നടപ്പിലാക്കിയിരുന്ന ഭരണാധികാരിയാണ്. 2 വർഷമേ അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ ആ 2 വർഷം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ശരീഅത്ത് പ്രചരിപ്പിച്ചു, സുന്നത്ത് പ്രചരിപ്പിച്ചു. ഇങ്ങനെ ഒരു ഖലീഫയെ പോലെയായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ബനു ഉമയ്യ രാജവംശത്തിൽ ജനിച്ച ആളാണ്. അങ്ങനെ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ യുവത്വം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്, ചെറുപ്പവും യുവത്വം ഒക്കെ ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ദീനിയായ ചിന്തയുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം വലിയ സാഹിദായി, ഭരണം കിട്ടുന്നതിനെ കുറിച്ച് മുമ്പായിട്ട് അദ്ദേഹം വളരെ ദീനിയായി മാറി. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ ഒരു മിസ്കീനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആലയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അദ്ദേഹത്തോട് ഒരാൾ പറയും, സുഫിയാൻ സൗരി വലിയ സാഹിദാണ്. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറയും, യാ സാഹിദ് എന്ന് അദ്ദേഹത്തെ വിളിക്കും. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ സാഹിദ് അല്ല, ലസ്തു അന സാഹിദ്, ഇന്നമ സാഹിദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ് യഥാർത്ഥ സാഹിദ് എന്ന് പറയും. കാരണം എന്താ? ദുനിയാവ് ഉണ്ടായിട്ട് അത് ഉപേക്ഷിച്ചാണല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മൊത്തം ഈ ഭൂമിയുടെ ഏകദേശം പകുതി ഭരിക്കുന്ന രാജവംശമാണ്. എന്നിട്ട് അദ്ദേഹം ജീവിച്ചിരുന്ന രൂപം നമുക്ക് ഈ അസറിൽ കാണാം. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. നഈം ഇബ്നു സലാമ റഹിമഹുല്ലാഹ് പറയുകയാണ്, ദഖൽതു അലാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫവജദ്തുഹു യഅകുലു തൂമൻ മസ്ലൂഖൻ വസൈത്ത്. അദ്ദേഹം കഴിക്കുന്നത് ഉള്ളി പുഴുങ്ങിയിട്ട് അതും എണ്ണയുമാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പച്ചക്കറികളിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഉള്ളി എന്ന് പറയുന്നത്. അത് അദ്ദേഹം പുഴുങ്ങിയിട്ട് അത് എണ്ണയും കൂട്ടി ഒലിവ് ഓയിലും കൂട്ടിയിട്ട് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിരക്തിയോടുകൂടിയായിരുന്നു, ജാഹിദായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അത് ഇതിന് ചരിത്രത്തിൽ കാണാം. ഒരു വസ്ത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് അലക്കിയിട്ട് ഉണങ്ങിയിട്ട് വീണ്ടും അത് തന്നെ അദ്ദേഹം ഉടുക്കുമായിരുന്നു. ഇബ്നു കസീർ ബിദായ നിഹായിലും അതുപോലെ ദഹബി സീർ അലാമിൻ നുബലായിലും ഒക്കെ അദ്ദേഹത്തിന്റെ നിരവധി സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, ഫുദൈൽ ഇബ്നു ഇയാദ് താബിഇയാണ്. അദ്ദേഹം പറയുന്നു, റഹ്ബത്തുൽ അബ്ദി മിനല്ലാഹി അലാ ഖദ്രി ഇൽമിഹി ബില്ലാഹ്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പേടി ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമിന്റെ അളവിനനുസരിച്ചായിരിക്കും. ഇത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അടുത്ത് തെറ്റുകൾ ധാരാളം സംഭവിക്കുന്നുണ്ട്, നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഒരാൾ എത്രമാത്രം ഇൽമു പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും. അതിന്റെ ഇൽമു പഠിക്കുക, അതാണ് മാർഗം. അതല്ലാതെ കുറെ ഉപദേശങ്ങൾ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ മാർഗം നമ്മൾ സ്വീകരിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് ശരിയായ ഉള്ളിൽ തട്ടിയ പേടി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അവന്റെ ദീൻ പഠിക്കുകയും മാർഗമാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവരെ അള്ളാഹുവിനെ പേടിക്കുകയുള്ളൂ. അപ്പോൾ ശരിയായ അഖീദ, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ചുള്ള ഇൽമ്, തൗഹീദിനെ കുറിച്ചുള്ള ഇൽമ്, അതുപോലെ അള്ളാഹുവിന്റെ ഹുക്മിനെ കുറിച്ച് ഫിഖ്ഹ് പഠിക്കുക, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കും. നമ്മൾ അറിയാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിൽ വളർന്നു വരും. കാരണം അള്ളാഹുവിന്റെ സൂക്ഷ്മമായ വിധിവിലക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് ഫിഖ്ഹിൽ. അപ്പൊ എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ചുള്ള ശ്രദ്ധയും പരിഗണനയും നമ്മൾ കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ റബ്ബിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ടായി വരും. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ ആധാരം അവനെ കുറിച്ചുള്ള അറിവിന്റെ അളവാണ്. വസഹാദതുഹു ഫിദ്ദുനിയ. ഒരു അടിമ ദുനിയാവിൽ വിരക്തി കാണിക്കുക എപ്പോഴാണ്? അലാ ഖദ്രി റഗ്ബതിഹി ഫിൽ ആഖിറ. ആഖിറത്തിനോടുള്ള ആഗ്രഹത്തിന്റെ അളവിനനുസരിച്ചാണ്. അതല്ലാതെ സുഹൃദ് നമുക്ക് ഉണ്ടാവുകയില്ല. ഇപ്പൊ സുഹൃദ് ഉണ്ടാകാനുള്ള മാർഗം ഇതാണ്, ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന കാണാം, ആഖിറത്തിനെ കുറിച്ച് ഒരാൾ എത്രത്തോളം ചിന്തിക്കണം എന്ന് വെച്ചാൽ ചിന്തിച്ച് അവസാനം സ്വർഗവും നരകവും കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആവണം. എന്നും ചിന്തിക്കണം സ്വർഗത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ചും. അങ്ങനെ അവസാനം കണ്ണുകൊണ്ട് അത് കണ്ട് തിരിച്ചു വന്ന ഒരാളെ പോലെ ആകണം. അങ്ങനെ ആയാൽ അതിനനുസരിച്ച് ദുനിയാവിൽ അയാൾക്ക് വിരക്തി ഉണ്ടാവും. കാരണം മനുഷ്യ പ്രകൃതമാണത്. നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് അതിനേക്കാൾ ഇഷ്ടമുള്ള ഒന്നിന് പകരമായിട്ടല്ലാതെ നമ്മൾ ഒഴിവാക്കുകയില്ല. ഇപ്പൊ ചെറിയൊരു കുട്ടി അവനൊരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നുണ്ട്, അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കളിപ്പാട്ടം അവന് കൊടുക്കണം. അല്ലാതെ അത് കിട്ടാൻ പോകുന്നില്ല. അവൻ ഇഷ്ടത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് അത് തരണമെന്നുണ്ടെങ്കിൽ ഇതേ മാർഗമാണ്. അതുപോലെയാണ് നമ്മളൊക്കെ. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ നോട്ട് അവിടെ കൊടുക്കുന്ന എന്തിനാണ്? ആ നോട്ടിനേക്കാൾ നമുക്ക് ഇഷ്ടം അവിടെയുള്ള വസ്തുവാണ്. നമ്മൾ വാങ്ങാൻ പോകുന്ന ആ വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ആ മരുന്ന് അല്ലെങ്കിൽ ആ ഭക്ഷണം, അതിനോട് നമുക്ക് ഇതിനേക്കാൾ ഹുബ്ബുള്ളതുകൊണ്ടാണ് ഈ കൊടുക്കുന്നത്. അതുപോലെ ദുനിയാവ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ നമ്മൾ സുഹൃദ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വിലപ്പെട്ട എന്തെങ്കിലും നമുക്ക് കിട്ടണം. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ആയത്തുകളും ഹദീസുകളും നമ്മൾ ചിന്തിച്ച് പഠിക്കണം. അതിനെക്കുറിച്ച് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കണം. ആ രംഗങ്ങൾ അവിടെ നമ്മൾ ഹാജരായതുപോലെ, നമ്മൾ അവിടെ എത്തിയതുപോലെ സങ്കല്പിക്കണം. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ സുഹൃദ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സുഹൃദിന്റെ മാർഗമാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞു തരുന്നത്. ഖാന ശുമൈത്ത് ഇബ്നു ഇജ്ലാൻ റഹിമഹുല്ലാഹ് യഖൂൽ. ശുമൈത്ത് ഇബ്നു ഇജ്ലാൻ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഇൻസാനാനി മുഅദ്ദബാനി ഫിദ്ദുനിയ.
രണ്ട് മനുഷ്യന്മാര്, രണ്ട് തരത്തിലുള്ള ആളുകൾ ദുനിയാവിൽ തന്നെ അദാബിലായിരിക്കും, ശിക്ഷ അനുഭവിക്കും. ആരൊക്കെയാണ്? ഗനിയ്യുൻ ഉഅ്തിയ ദുനിയ ഫഹുവ ബിഹാ മശ്ഗൂൽ. പണക്കാരൻ, തന്റെ പണം കൊണ്ട് ശുഗലിലായ, തിരക്കിലായ ഒരു പണക്കാരൻ. നമ്മൾ കാണാറില്ല, കച്ചവടത്തിന്റെ പിന്നാലെ നടന്നിട്ട് നമ്മൾ വിചാരിക്കും അവര് ആസ്വദിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആസ്തികളുണ്ടായിരിക്കും, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നഷ്ടം വരുമോ എന്നുള്ള പേടി, അതിലുള്ള ലാഭത്തിന്റെ ചെറിയ കുറവ് വരുമ്പോഴുള്ള പേടി, ഇങ്ങനെ അതിന് പിന്നാലെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ടെൻഷൻ, ഇങ്ങനെ തന്റെ പണം കൊണ്ട് ശുഗലിലായ ഒരു പണക്കാരൻ, അവനൊരു അദാബിലാണ്. അത് നമുക്കറിയില്ല അവന്റെ അദാബ് എന്താണ്, അവനെ അത് അറിയുകയുള്ളൂ. അദ്ദേഹം പറയുകയാണ്, അങ്ങനെ പണം നൽകപ്പെട്ട് അതിൽ മുഴുകിപ്പോയ ഒരാൾ, അവനൊരു അദാബിലാണ്. വേറൊരാൾ ഒരു ഫക്കീറാണ്, അവൻ ദുനിയാവ് അല്ലാഹു അവനിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്, ദുനിയാവിലെ വിഭവങ്ങൾ. പക്ഷെ അവന്റെ മനസ്സ് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്, തനിക്ക് കിട്ടാത്ത ആ ദുനിയാവിനുള്ള ആർത്തിയവനും. അങ്ങനെയുള്ളൊരു ദരിദ്രൻ. ഫനഫ്സുഹു തതഖത്തഉ അലൈഹ ഹസറാത്ത്, അവന്റെ മനസ്സിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ട ദുനിയാവിനെ കുറിച്ച് ഓർത്തിട്ട്. ഇത് ആലോചിച്ച് നോക്കൂ, ഇത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. ഒരു ധനികൻ, അവൻ ആ പണം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്. അവൻ എന്തുകൊണ്ടാണോ കുടുങ്ങിയിരിക്കുന്നത് അത് ഓർത്തിട്ട് ഇവിടെ ഒരു മിസ്കിൻ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനം മനസ്സാണ്. നേരെ മറിച്ച് ഒരു പണക്കാരൻ, അവൻ അതിൽ താല്പര്യമില്ലെങ്കിലോ അവന് സുഖിക്കും, അവന് കയ്യിലുള്ള പണം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ഈ മിസ്കിൻ, അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിലോ അവന് സമാധാനിക്കാൻ സാധിക്കും. അപ്പൊ മനസ്സാണ് അടിസ്ഥാനം, സുഹൃദിന്റെ അടിസ്ഥാനം എന്നർത്ഥം. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് ഖാല മിന അദ്ദുനിയ ലാ നുദ്രികു ആമാലനാ വലിൽ ആഖിറതി നുഖദ്ദിമു അഅമാലനാ വഫിൽ ഖിയാമത്തി ലാ നദ്രി മാ ഹാലുനാ. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ദുനിയാവ്, ഇതില് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ നേടാൻ പറ്റുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ആഖിറത്ത്, അതിലേക്ക് നമ്മുടെ അമലുകൾ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാൽ എന്താകും എന്ന് നമുക്കറിയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക. ദുനിയാവിൽ കുറെ സ്വപ്നം കണ്ടിട്ട് ആഖിറത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ഈ സ്വപ്നങ്ങൾ നേടാൻ പറ്റുമോ നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ആഖിറത്തിലേക്ക് നമ്മൾ സമ്പാദിക്കുന്ന അമലുകളോ അത് എത്ര കൂടിയാലും അവിടെ എത്തിയാൽ നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലേ എന്നൊരു ഉറപ്പ് നമുക്കില്ല. അതുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുക എന്നർത്ഥം. അൻ അതാ അൽ ഖുറാസാനി റഹിമഹുല്ലാഹ് ഖാല ഇന്നി ലാ ഊസികും ബിദുനിയാകും അൻതും ബിഹാ മുസ്തൗസൂൻ വഅൻതും അലൈഹാ ഹുറാസ് വഇന്നമാ ഊസികും ബിആഖിറതികും ഫഖുദൂ മിൻ ദാരിൽ ഫനാഇ ലിദാരിൽ ബഖാ. നമ്മൾ നേരത്തെ പറഞ്ഞു, ദുനിയാവ് സമ്പാദിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. എത്ര വേണമെങ്കിൽ നമുക്ക് സമ്പാദിക്കാം, പക്ഷെ മനസ്സ് ദുനിയാവുമായി ഇണങ്ങിച്ചേരരുത്, ദുനിയാവിനോട് ലയിച്ചു പോകരുത് എന്ന് മാത്രം. പക്ഷെ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരെപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ഉപദേശിക്കുന്നത്? നിങ്ങൾ ദുനിയാവ് സമ്പാദിക്കുക എന്നിങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ അത് പറയുന്ന ഒന്നോ രണ്ടോ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി ഫഇദാ ഖദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഇങ്ങനെ എണ്ണപ്പെട്ട ചില ആയത്തുകൾ, അതുപോലെ ചില ഹദീസുകൾ, എണ്ണപ്പെട്ട ചില ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമ്പാദിച്ചുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല പണം, ഹലാലായ പണം സാലിഹായ മനുഷ്യന് കിട്ടിയാൽ എത്ര നല്ലതാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൂടുതൽ ആഖിറത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്? അതിന് പിന്നിലുള്ള കാരണം ഇദ്ദേഹം പറയുകയാണ്, ഇന്നി ലാ ഊസികും ബിദുനിയാകും, ഞാൻ ദുനിയാവ് സമ്പാദിക്കാൻ നിങ്ങൾക്ക് വസിയത്ത് തരുന്നില്ല, ഉപദേശം തരുന്നില്ല. കാരണം അൻതും ബിഹാ മുസ്തൗസൂൻ, നിങ്ങൾ പരസ്പരം ആ വിഷയം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ധാരാളം ഉപദേശിക്കുന്നുണ്ട്, അല്ലേ? ഇന്ന കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാകും, ഇന്ന കാര്യം ചെയ്താൽ വരുമാനം വർദ്ധിക്കും. ഈ കാര്യത്തിൽ ആരും ഒരു വീഴ്ച വരുത്തുന്നില്ല. അത് മുസ്ലിമും കാഫറും ഒക്കെ പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾ, ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, ദായിമാരായിട്ടുള്ള ആളുകൾ, അവരുടെ ദഅവത്തിന്റെ പ്രധാന ഊർജ്ജം ചെലവഴിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിരിക്കും. വാക്സിനേഷനെ കുറിച്ച്, ഫുട്ബോളുകളെ കുറിച്ച്, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച്, ഇങ്ങനെ ഹലാലും ഹറാമുമായ കാര്യങ്ങളെ കുറിച്ച് വരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ തൊഴിൽ നേടാനുള്ള മാർഗങ്ങളെ കുറിച്ച്, അതൊക്കെ എല്ലാവരും പരസ്പരം ഉപദേശിക്കുന്നുണ്ട്. അതൊരു യഹൂദി ഒരു മുസ്ലിമിനെ കണ്ടാൽ ചിലപ്പോൾ ഉപദേശിച്ചു എന്ന് വരും, ഇന്ന ജോലി ചെയ്താൽ നല്ല വരുമാനം ഉണ്ടാകും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതിന്റെ ഇൽമ നമുക്ക് ഏത് കാഫിറിന്റെ അടുത്ത് നിന്നും ഇഷ്ടംപോലെ കിട്ടാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ ദുനിയാവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. വഅൻതും അലൈഹാ ഹുറാസ്, നിങ്ങൾക്കതിൽ അതീവ താല്പര്യവുമുണ്ട്, ഉപദേശിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതിൽ വലിയ താല്പര്യവുമുണ്ട്. വഇന്നമാ ഊസികും ബിആഖിറതികും, ഞാൻ ആഖിറത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും, നമ്മളെ പള്ളിയിലൊക്കെ പോയാൽ വെറും പരലോകത്തിനെ കുറിച്ചുള്ള ഖുത്ബ മാത്രമേ ഉള്ളൂ, എന്നാൽ വേറെ ചില വിഭാഗങ്ങൾ അവരുടെ പള്ളിയിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി ഉപദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ദുനിയാവിനെതിരായതുകൊണ്ടല്ല, ദുനിയാവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലാത്ത അത്രയും താല്പര്യവും അറിവും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിന് മറ്റു സ്രോതസ്സുകളുമുണ്ട്. പക്ഷെ ആഖിറത്തിന്റെ കാര്യം പറയുന്ന ആളുകൾ കുറവാണ്. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വഅൻതും അലൈഹാ ഹുറാസ്, നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. വഇന്നമാ ഊസികും ബിആഖിറതികും, ഞാൻ ആഖിറത്തിന്റെ കാര്യമാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്.
ഫഖുദൂ മിൻ ദാരിൽ ഫനാഇ ലിദാരിൽ ബഖാ. അതുകൊണ്ട് നിങ്ങൾ നശിക്കുന്ന ഈ ഭവനത്തിൽ നിന്ന് എന്നെന്നും നിലനിൽക്കുന്ന ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു കൊള്ളുക. അൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്, മാലിക് ഇബ്നു ദീനാർ അദ്ദേഹം പറയുന്നു, അദ്ദേഹം സഹാബിയല്ല, താബിഈൻ. മാലിക് ഇബ്നു ദീനാർ എന്ന പേരിൽ ഒരു സഹാബി ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നു, ഇവിടെ പള്ളി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അതിന് ചരിത്രപരമായി തെളിവുകളില്ല, അതൊരു വാദം മാത്രമാണ്. ഇദ്ദേഹം പറഞ്ഞു, ഖറജ അഹ്ലു ദുനിയ മിനദ് ദുനിയ വലം യദൂഖു അത്യബ ശൈഇൻ ഫീഹാ. ദുനിയാവിലെ ആളുകൾ അഥവാ ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്ന, ദുനിയാവിൽ മുഴുകി ജീവിക്കുന്ന, അതിൽ തന്നെ തിരക്കിലായിട്ടുള്ള ആളുകൾ, അവർ ദുനിയാവിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. വലം യദൂഖു അത്യബ ശൈഇൻ ഫീഹാ. ദുനിയാവിൽ തന്നെ ഏറ്റവും നല്ല സുഖം അവർ അനുഭവിക്കുന്നില്ല. ഒരു കച്ചവടക്കാരൻ, ഒരു പണക്കാരൻ, ഒരു രാജാവ്, ഒരു ഭരണാധികാരി ദുനിയാവിൽ എല്ലാ സുഖങ്ങളും അന്വേഷിച്ച് നടക്കുകയാണ്. അതിനുവേണ്ടി അവന്റെ ദീനൊക്കെ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ ദുനിയാവിൽ നിന്ന് മടങ്ങുന്നത് ദുനിയാവിൽ തന്നെ ഏറ്റവും നല്ലത് അവൻ അനുഭവിക്കാതെയാണ്, ഏറ്റവും വലിയ സുഖം അവന് കിട്ടാതെയാണ് പോകുന്നത്. ഖീല വമാ ഹുവ, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ കാര്യം, ദുനിയാവിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് എന്താണ്? ഖാല മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, ഇതാണ് ദുനിയാവിൽ ഏറ്റവും വലിയ സുഖം. ഇത് അറിയാതെയാണ്, അനുഭവിക്കാതെയാണ് ദുനിയാവിന്റെ ആളുകൾ പോകുന്നത്. അപ്പൊ അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദീനുള്ള ആളുകൾ, അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾ അള്ളാഹുവിനെ ഓർക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ലദ്ദത്ത്, അത് ദുനിയാവ് കൊണ്ട് കിട്ടുമോ? ആലോചിച്ച് നോക്കൂ. ഇപ്പോ പിന്നെ പ്രായമായ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നത് നമ്മൾ കാണാം. ഹജ്ജിനൊക്കെ പോയാൽ, ഉംറക്കൊക്കെ പോയാൽ അവിടെ കാണാം വളരെ പ്രായമായിട്ടുള്ള ആളുകൾ, അവര് പിന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. ഉംറക്ക് ഒരു മാസത്തിന് വന്നതാണെങ്കിൽ മക്കയിൽ തന്നെ താമസിച്ചിട്ട് അവർ എല്ലാ ദിവസവും ഫജ്റിനൊക്കെ മുമ്പ് പോയിട്ട് ചിലപ്പോൾ അർദ്ധരാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ പോയിട്ട് തവാഫ് ചെയ്യുന്നത് കാണാം. അതുപോലെ അറഫയുടെ ദിവസം ഉച്ച മുതൽ മഗ്രിബ് വരെ അവരവിടെ ഇരുന്ന് കരയുന്നത് കാണാം. കരഞ്ഞുകൊണ്ട്, ഈ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. ഇത്രമാത്രം അള്ളാഹുവിനോടുള്ള അടുപ്പം, ഇങ്ങനെയുള്ള ഒരു അടുപ്പവും ബന്ധവും വേറെ എന്തിനോടെങ്കിലും ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ ദുനിയാവിൽ? ഇപ്പൊ സിനിമ കണ്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പണത്തിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾ, അവര് ചിലപ്പോൾ അവരുടെ കച്ചവടത്തിൽ ലാഭം കാണുമ്പോൾ സന്തോഷം തോന്നി ഒന്ന് ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു എന്ന് വരാം. അതിനപ്പുറത്ത് അവർ ഈ ലാഭം കണ്ടിട്ട് പണമൊക്കെ കെട്ടിപ്പിടിച്ച് മണിക്കൂറുകളോളം കരയോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവൻ ഈ പണം കൊണ്ട് കിട്ടുന്ന സന്തോഷമല്ല, അതിനേക്കാൾ അത്രയും ഇരട്ടി സന്തോഷമാണ് ഇവരനുഭവിക്കുന്നത്. അല്ലെ? ഹജ്ജിന്റെ സീസണിൽ ഓരോ വർഷവും കേൾക്കും ഓരോ ആളുകളുടെ കഥകൾ. 40-50 ഒക്കെ വർഷം സമ്പാദിച്ചിട്ട് ഉണ്ടാക്കിയതൊക്കെ വിറ്റ് ഹജ്ജിന് വന്ന ആളുകൾ, എന്നിട്ട് അവസാനം അവിടെ മരണപ്പെട്ട ആളുകൾ, ഇങ്ങനെ പല കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ കഥകൾ. ഇതുപോലുള്ളൊരു സംഭവം, ഒരു അനുഭവം ദുനിയാവിന്റെ പേരിൽ ഉണ്ടാകാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ദുനിയാവിൽ തന്നെയുള്ള ഏറ്റവും വലിയ സുഖം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലെ? അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ, പതിവായി രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ എന്നൊരു തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് അതിൽ ആകർഷനായിട്ട് ഈ സിനിമാ നടനെ ഓർത്ത് അർദ്ധരാത്രി എഴുന്നേറ്റ് കുറച്ച് സമയം ഇവനെ കുറിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. അവനവന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് ആ ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ടിവിയിൽ ഇവന്റെ മുഖം നോക്കുന്നുണ്ടാകും. അതല്ലാതെ ആത്മാർത്ഥമായ ഹുബ്ബ്, അത് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരു വസ്തുവിനോട് നമുക്ക് ഉണ്ടാവുകയില്ല, അളവിലുണ്ടാവുകയില്ല. അപ്പൊ ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ സുഖവും സന്തോഷവും എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വൈകല്യങ്ങൾ പോലും മറന്നുപോകും. ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം നിങ്ങൾ മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇന്തോനേഷ്യക്കാരനായ ഒരാളുടെ അനുഭവം പറയുകയാണ്. ഷെയ്ഖ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ്, നേരിട്ട് ഇടപഴകിയിട്ടുള്ള ആളുകളിൽ വെച്ച്. അദ്ദേഹത്തിന് ഒരുപാട് മശായിഖുമാരുണ്ട്, ഒരുപാട് അധ്യാപകരുണ്ട്. ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് ബിൻ ബാസും ഇവരൊക്കെ അദ്ദേഹത്തിന് ഉസ്താദുമാരാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തി, അദ്ദേഹവും ഞാൻ തമ്മിൽ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. എന്താണ് കാരണം? മസ്ജിദ് നബവിയില് റമദാനിലെ അവസാനത്തെ 10 തഹജ്ജുദ് നമസ്കാരം നടക്കുന്ന സന്ദർഭം, അവിടെ ദീർഘമായി നമസ്കരിക്കാറാണ്. അവസാനത്തെ 10 എത്ര ജുസാണ് ഓതുക? പിന്നെ സാധാരണ തറാവീഹ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഗ്യാപ്പുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ തഹജ്ജുദ് തുടങ്ങും. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഇപ്പോഴത്തേക്കാൾ കൂടുതലായിരുന്നു ഓത്ത്. ഒരു ദിവസം പിന്നെ 5 ജുസോ, ഏകദേശം 5 ജുസോളം ഓതും ഈ തഹജ്ജുദിൽ മാത്രം. അപ്പോ അതിനിടയിൽ 1-2 മണിക്കൂറാണ് ഗ്യാപ്പുള്ളത് തറാവീഹ് കഴിഞ്ഞിട്ട് തഹജ്ജുദ് തുടങ്ങാൻ വേണ്ടി. ആ സമയത്ത് സാധാരണ ആളുകൾക്ക് പോയി ഉറങ്ങുകയാണ് ചെയ്യുക. അപ്പൊ ഷെയ്ഖ് സ്കൂൾ പഠിക്കുന്ന കാലാണ്, ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറയാണ്, അപ്പൊ ഒരാൾ മുന്നിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാലില്ല, അങ്ങനെ ഈ പിന്നെ പിടിക്കുന്ന വടി കൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ പിന്നെ കക്ഷത്തിൽ വെക്കുന്ന ആ വടി കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. നമസ്കാരം തുടങ്ങിയപ്പോൾ ആ വടി എടുത്തു വെച്ച് ഒറ്റക്കാലിൽ നിന്നിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ തറാവീഹ് കഴിഞ്ഞ്
തറാവീഹ് കഴിഞ്ഞ് ഈ തഹജ്ജുദിന്റെ ഇടയിലുള്ള ഈ 1-2 മണിക്കൂർ ഗ്യാപ്പ്, ആ സമയത്തും ഇദ്ദേഹം തുടർച്ചയായി നമസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം വിശ്രമിക്കുന്നില്ല. അതും ഈ ഒരു ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ നമസ്കാരം അത് എന്നെ സ്വാധീനിച്ചു എന്നാണ് ശേഖ് പറയുന്നത്. അള്ളാഹുവിനുള്ള അദ്ദേഹത്തിന്റെ ഹുബ്ബ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പരീക്ഷണം കൊടുത്തിരിക്കുകയാണ്. ഒരു കാലില്ല അദ്ദേഹത്തിന്, എന്നിട്ടും അള്ളാഹുവിനോട് അദ്ദേഹത്തിനുള്ള ഹുബ്ബ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ഈ നമസ്കാരത്തിലൂടെ. ഈ വടി ഉപയോഗിക്കാതെ. അത് അത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരാള് പണത്തെയോ വല്ല സ്ത്രീകളെയോ അല്ലെങ്കിൽ സിനിമക്കാരെയോ എന്തിനെങ്കിലും സ്നേഹിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഏറ്റവും വലിയ ലദ്ദത്ത് എന്ന് പറയുന്നത് ഇബാദത്തിലാണ്. അത് നമുക്ക് നേടാൻ കഴിയാത്തതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. പക്ഷെ യഥാർത്ഥത്തിൽ ഹഖീഖത്ത്, വാസ്തവം അതാണ്. അപ്പൊ അള്ളാഹുവിനെ അടുത്തറിയുക, അവന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ സുഖം എന്നർത്ഥം. عن مالك بن دينار رحمه الله أنه دخل لص على مالك بن دينار فما وجد ما يأخذ. മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വീട്ടിൽ കള്ളൻ കയറി. അപ്പൊ കള്ളൻ കയറിയിട്ട് കള്ളന് കക്കാനൊന്നും കിട്ടിയിട്ടില്ല, കാരണം വീട്ടിലൊന്നുമില്ല. ഫനാദാഹു മാലിക്കുൻ ലം തജിദ് ശൈഅൻ മിന ദുനിയ. മാലിക് ബിൻ ദീനാർ അദ്ദേഹത്തെ വിളിച്ച്, കള്ളനെ വിളിച്ചെന്ന് പറഞ്ഞു, ലം തജിദ് ശൈഅൻ മിന ദുനിയ, ദുനിയാവിന്റെ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു. ഫതർഗബു ഫി ശൈഇൻ മിനൽ ആഖിറ, ആഖിറത്തിന്റെ വല്ലതും നിനക്ക് കിട്ടിയാൽ മതിയാവുമോ എന്ന് കള്ളനോട് ചോദിക്കുകയാണ്. കാലന, അദ്ദേഹം പറഞ്ഞു അതെ. എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കാല തവല്ല വസല്ലി റക്അതൈൻ, നീ വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിക്ക്. ഫഫഅല, നമസ്കരിച്ചു. ثم جلس وخرج الى المسجد, പിന്നീട് മാലിക് ബിൻ ദീനാർ പുറത്തിറങ്ങി പള്ളിയിലേക്ക് പോയി. വഖറജ ലിസ്സു, ഈ കള്ളനും പുറത്തിറങ്ങി. ഫസുഇല, അപ്പോ മാലിക് ബിൻ ദീനാറോട് ആളുകൾ ചോദിച്ചു, കള്ളനും പിന്നാലെ പോകുന്നുണ്ട് പള്ളിയിലേക്ക്. അദ്ദേഹത്തോട് ചോദിച്ചു, മൻ ദാ, ഇതാരാണ് കൂടെ പള്ളിയിലേക്ക് വരുന്നത്? ഖാല ജാഅ ലിയസ്രിഖന ഫസറഖനാഹു, അവൻ എന്നെ മോഷ്ടിക്കാൻ വന്നതാണ്, ഞാൻ അവനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ദാവത്ത് ചെയ്ത് അയാളെ മാറ്റിയെടുത്തു എന്നർത്ഥം. കൂടുതൽ സംസാരിച്ചിരിക്കാം, ഇത്രയും സംസാരമേ കിതാബിൽ വന്നിട്ടുള്ളൂ. സീറ അലാമിൻ നുബലായിൽ ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയുന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത്. ഖാല സയ്യിദ് ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് സമിഅതു മാലിക് ബിൻ ദീനാർ വസഅലഹു അബി അൻ സുഹദി ഫി ദുനിയ. എന്താണ് സുഹദ് എന്ന് മാലിക് ബിൻ ദീനാറിനോട് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, തുയ്യിബുൽ കസ്ബി വഖിസറുൽ അമൽ. 2 കാര്യങ്ങളാണ്. തുയ്യിബുൽ കസ്ബ്, നമ്മുടെ സമ്പാദ്യം നന്നാക്കുക, ഹലാൽ മാത്രമേ സമ്പാദിക്കുള്ളൂ എന്ന് തീരുമാനിക്കും. എന്നാൽ തന്നെ ഒരാളുടെ വരുമാനമൊക്കെ കുറെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ അയാൾക്ക് സുഹദ് വരും. കാരണം ഹറാമോ ശുഭഹത്തോ ആയിട്ടുള്ള കാര്യം, ഹറാമോ അല്ലെങ്കിൽ സംശയകരമോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കും തീരുമാനിച്ചാൽ ദുനിയാവിനോടുള്ള മനസ്സിന്റെ ബന്ധം മുറിഞ്ഞു പോകും അതോടുകൂടി. കാരണം പിന്നെ ഹറാമായിട്ടുള്ള കാര്യം അത് ഒരുപാട് അയാൾ ഉപേക്ഷിച്ച് ശീലിച്ചു. അപ്പൊ ദുനിയാവ് ഉപേക്ഷിക്കുക എന്നുള്ള അയാൾക്ക് നിസ്സാരമായി മാറും. അങ്ങനെ ദുനിയാവിനുള്ള ബന്ധം കുറയും. അതുപോലെ വഖിസറുൽ അമൽ, സ്വപ്നങ്ങൾ ചുരുക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എത്ര വർഷം ജീവിച്ചിരിക്കുമെന്നാണ് നിങ്ങളുടെ സങ്കല്പം എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാവും. എല്ലാവരും അത് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ മനസ്സിലൊക്കെ കുറെ സ്വപ്നങ്ങളുണ്ടാവും. ചില ആൾക്കാർ പേരക്കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും, ചില ആൾക്കാർ അതിന്റെ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ വീടിനെ കുറിച്ചായിരിക്കും. അങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാം. അത് ഒരുപാട് ദൂരെയായിരിക്കും. അത് കുറച്ചും കൂടി കുറക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ അന്നന്ന് മരിക്കുമെന്നാണ് വിചാരിക്കേണ്ടത്. അത്ര പറ്റിയിട്ടില്ലെങ്കിലും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുമെന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയാലേ നമ്മുടെ അവസ്ഥ മാറും. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിനോട് എന്ത് ബന്ധമാണ്? പിന്നെ ഹറാമോ ഹലാലോ നോക്കാതെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും. ദുനിയാവിൽ എന്തെങ്കിലും സുഖം കുറഞ്ഞുപോയി എന്ന് വിചാരിച്ച് നമുക്ക് വിഷമം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അല്ലെ, നമ്മുടെ മരണം അടുത്തെത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദുനിയാവിനോട് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഫാസിക്കും വലിയ സാഹിദായി മാറും. ഇപ്പൊ അടുത്ത കാലത്ത് തൂക്കിക്കൊന്ന 4 ആൾക്കാർ, അവര് ജയിലിൽ ജോലി ചെയ്ത് കുറെ വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടാണല്ലോ തൂക്കിക്കൊന്നത്. അപ്പൊ ജയിലിൽ അവര് സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. അവരൊക്കത് സ്വതക്ക ചെയ്തിട്ടാണ് പോയത്. കാഫിറാണ്, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്, പക്ഷെ സ്വതക്ക ചെയ്തു. എന്തുകൊണ്ടാണ്? ഖിസറുൽ അമൽ. അതിന്റെ മുമ്പിൽ ഇനി മരിക്കാൻ മാസങ്ങളെ ബാക്കിയുള്ളൂ. ആ പണം എന്ത് ചെയ്യാനാണ്? അപ്പൊ അവന് അത് സ്വതക്ക ചെയ്തു. ദുനിയാവിനോടുള്ള ഹുബ്ബ് നഷ്ടപ്പെട്ടു. ആഖിറത്തിൽ വിശ്വാസമില്ല. ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല, പക്ഷെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം കൂടി ഉണ്ടെങ്കിലോ ഈ മരണത്തിന് ശേഷം അങ്ങോട്ട് ചെല്ലാനിരിക്കുന്ന സ്ഥലത്ത് ഇത് വലിയ ഇരട്ടിയായി കരീമായ ഷക്കൂറായ നന്ദിപൂർവ്വം സ്വീകരിക്കുന്ന അള്ളാഹുവാണിത് സ്വീകരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാലോ അപ്പൊ സ്വാഭാവികമായും നമുക്ക് സുഹദ് ഉണ്ടാകും, ദുനിയാവിനുള്ള വിരക്തി ഉണ്ടാകും. കാന ഇബ്നു സിമാക് റഹിമഹുല്ലാഹ് യഖൂൽ മൻ അദാഖത്ഹു ദുനിയ ഹലാവതഹ ലിമൈലിഹി ഇലൈഹ ജറഅത്ഹു അൽ-ആഖിറതു മറാറതഹ ലിതജാഫിഹി അൻഹ. ആരാണോ ദുനിയാവിന്റെ മധുരം അനുഭവിച്ച് ദുനിയാവിലേക്ക് ചാഞ്ഞു പോയത്, ആഖിറത്ത് അവനെ കയ്പ് നീര് കുടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ അവനൊരു ആസ്വാദനം അനുഭവപ്പെടുകയില്ല.
ദുനിയാവിന്റെ രുചി അറിഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ നടക്കുന്നവന് ഇബാദത്തുകളുടെ രുചി അറിയാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അൻ മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ്, താബിഈയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ എന്ന് പറയുന്ന സഹാബിയുടെ മകനാണ്. അദ്ദേഹം പറയുന്നു, ഇന്ന അഖ്ബഹ മാ തുലിബ ബിഹി ദുനിയ. സുഹുദിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ദുനിയാവ് സമ്പാദിക്കാൻ ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മോശമായ വസ്തു, അതായത് ദുനിയാവ് സമ്പാദിക്കാൻ ഹലാലായ മാർഗങ്ങളുമുണ്ട്, ഹറാമായ മാർഗങ്ങളുമുണ്ട്. അതിൽ ഹറാമായ മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് അമലുൽ ആഖിറ, ആഖിറത്തിന്റെ അമലാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ദീൻ ഉപയോഗിച്ച് ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും മോശമായ കാര്യം. ചില മുൻഗാമികൾ പറഞ്ഞായിട്ട് കാണാം, ദീന് കൊണ്ട് ദുനിയാവ് സമ്പാദിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പല ചണ്ടയും കൊട്ടി അല്ലെങ്കിൽ മ്യൂസിക് ഉപകരണങ്ങൾക്ക് വായിച്ച് പാട്ടുപാടിയിട്ട് സമ്പാദിക്കുന്നത്. കാരണം അത് ഹറാമായൊരു കാര്യമാണ്, ഇത് ഷിർക്കാണ്. ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ട കാര്യമാണ് ദീൻ ഉപയോഗിച്ച് ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ളത്. അതായത് ഒരാള് എങ്ങനെയാണ് ദീൻ ഉപയോഗിച്ച് ദുനിയാവ് സമ്പാദിക്കുക എന്ന് പറയുന്നത്? ഒരാളുടെ നിയ്യത്ത് ദീൻ പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അയാളുടെ നിയ്യത്ത് ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് മറ്റൊരാൾ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് ദീൻ പഠിപ്പിക്കണം, അവർക്ക് ആവശ്യമാണ്, നാട്ടിൽ ഹക്ക് പറയാൻ ആളില്ല, എന്നാൽ അതിനുവേണ്ടി ഒഴിഞ്ഞിരുന്നാൽ അവൻ ജീവിക്കാൻ സാധിക്കുകയില്ല. അത്തരം സാഹചര്യത്തിൽ ഒരാൾ ശമ്പളം വാങ്ങുന്നു, അത് ഇതിൽപ്പെട്ടതല്ല. അതിനനുസരിച്ച് അവന്റെ പ്രതിഫലം കുറയും, വലിയ സംശയമില്ല. ഒരാൾ ശമ്പളം വാങ്ങിയാൽ പച്ചവെള്ളം കുടിച്ചാൽ, ഒരു ഗ്ലാസ് എടുത്തിട്ട് അവിടെ ഒരാൾ ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു, അതവൻ കുടിച്ചാൽ അവന്റെ പ്രതിഫലത്തിൽ ചെറിയ കുറവ് വരുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കുന്നവർ ശ്രമിക്കേണ്ടത്, കഴിയുമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്ഥാനമില്ല. അതാണ് ഏറ്റവും വലിയ സ്ഥാനം, സിദ്ദീഖീങ്ങളുടെ സ്ഥാനം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ തനിക്ക് ജീവിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞത് മാത്രം സ്വീകരിക്കുക. അതും മനസ്സിൽ നമ്മുടെ നിയ്യത്താകരുത്. എപ്പോഴെങ്കിലും എനിക്ക് സ്വതന്ത്രനാകാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ സ്വതന്ത്രനാകണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനപ്പുറത്തൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം അപകടമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവനാണ് ഏറ്റവും മോശമായ ജോലി ചെയ്യുന്നത്. ദുനിയാവിലെ ഏറ്റവും ഉയർന്ന ജോലി ദീൻ പഠിപ്പിക്കുന്നതാണ്, ഏറ്റവും മോശമായ ജോലിയും ദീൻ പഠിപ്പിക്കുന്നതാണ്. ഏറ്റവും ഉയർന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പഠിപ്പിക്കുന്നത്, ഏറ്റവും മോശമായത് ദുനിയാവിന് വേണ്ടി ദീൻ പഠിപ്പിക്കുന്നതാണ്. അൻ ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാഹ്, ബിശ്ർ ബിൻ ഹാരിസ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ സാഹിദായ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഖാല ലൈസ അഹദുൻ യുഹിബ്ബു ദുനിയ ഇല്ലാ ലം യുഹിബ്ബൽ മൗത്ത്. ദുനിയാവിനെ ആരൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവൻ മരണത്തെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ദുനിയാവിനോടുള്ള ഹുബ്ബ് കൂടുന്നതനുസരിച്ച് മരണത്തോട് വെറുപ്പായിരിക്കും. വമൻ സഹിദ ഫീഹ, ആരാണോ ദുനിയാവിൽ വിരക്തി കാണിക്കുന്നത്, അഹബ്ബ ലിഖാഅ മൗലാഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ ഇഷ്ടപ്പെടും. കാരണം അധികം ആയുസ് വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുകയില്ല. മരണത്തെക്കുറിച്ച് നോക്കുമ്പോൾ പേടി ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും മരണത്തെ പേടിക്കുന്നുണ്ട്. കാരണം മരണവേദന, അതുപോലെ തന്നെ ദുനിയാവിലെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പിരിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് വിഷമമുണ്ടാവും. പക്ഷേ പിന്നെ ദുനിയാവിലെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇവിടെ കുറെ കാലം കഴിഞ്ഞുകൂടാം എന്നൊരു ചിന്ത ഉണ്ടാവുകയില്ല. ഇബാദത്തുകൾ മുറിഞ്ഞു പോകുന്നതിനെ കുറിച്ച് വിഷമം ഉണ്ടാകും, നമ്മുടെ ബന്ധമുള്ള ആളുകളുമായി പിരിയുന്നതിനെ കുറിച്ച് വിഷമം ഉണ്ടാകും, മരണവേദന ഓർത്ത് നമുക്ക് പേടിയുണ്ടാകും. അതിനപ്പുറത്ത് ദുനിയാവിലെ സുഖങ്ങളെ കുറിച്ച് ഓർത്തിട്ട് കുറെ ആയുസ് കിട്ടിയ കുറെ സുഖിക്കാം എന്നൊരു ചിന്ത സുഹൃത്തുള്ള ഒരു മനുഷ്യന് ഉണ്ടാവുകയില്ല. അനി റബീഅ് ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് ഖാല ലി അശ്ശാഫിഈ, ഇമാം ഷാഫിഈയുടെ ശിഷ്യനാണ് റബീഅ് ഇബ്നു സുലൈമാൻ. അദ്ദേഹത്തെ കുറിച്ച് റബീഅ് ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ഇമാം ഷാഫിഈ അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പരിഗണിക്കേണ്ടതെന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ചിലപ്പോൾ ചില മസ്അലകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല. റബീഅ് ഇബ്നു സുലൈമാൻ ഇമാം ഷാഫി ചിലപ്പോൾ 40 പ്രാവശ്യം ആവർത്തിക്കും, ഒരേ കാര്യം 40 പ്രാവശ്യം ആവർത്തിക്കും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ചെറിയ തകരാറുണ്ടായിരുന്നു, മനസ്സിലാക്കാനുള്ള കഴിവ് കുറവായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഇമാമായി മാറി. അപ്പോ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത് എന്നതിന് ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സംഭവം. ഇമാം ഷാഫിയുടെ ഏറ്റവും അറിയപ്പെട്ട അസ്ഹാബ്, ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് റബീഅ് ഇബ്നു സുലൈമാൻ. അദ്ദേഹം ഇമാം ഷാഫി അദ്ദേഹത്തിന് ഇതുപോലെ ആവർത്തിച്ച് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഖാല ലി അശ്ശാഫിഈ, ഇമാം ഷാഫി എന്നോട് പറഞ്ഞു, അലൈക ബിസ്സുഹ്ദ്, നീ സുഹ്ദ് മുറുകെ പിടിക്കുക. ഫഇന്ന അസ്സുഹ്ദ അല അസ്സാഹിദി അഹ്സനു മിനൽ ഹുലിയ്യി അലൽ മർഅത്തി നാഹിദ്. ഒരു സാഹിദ് എന്ന് പറഞ്ഞാൽ അവന്റെ സുഹൃദ് അവന് കൊടുക്കുന്ന ഭംഗി, ഒരു മനുഷ്യൻ സാഹിദായിട്ട് നടക്കുമ്പോൾ അവനുണ്ടാകുന്ന ഭംഗി വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അവൾക്ക് ആഭരണം കൊടുക്കുന്ന ഭംഗിയേക്കാൾ വലുതാണ്. എന്നാൽ ആദ്യമേ അവള് സൗന്ദര്യമുള്ളവളാണ്. ചില പെണ്ണുങ്ങൾ എത്ര ആഭരണം ധരിച്ചാലും ആഭരണത്തിന്റെ ഭംഗി പോവുകയായിരിക്കും, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. നേരെ മറിച്ച് ഓൾറെഡി അവള് ഭംഗിയുള്ളവളാണ്, അതിന് പുറമെ ആഭരണം ധരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഒരു സാഹിദായ മനുഷ്യന്റെ സുഹൃദ് അവനുണ്ടാക്കുന്ന ഭംഗി എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ അനിവാര്യമായി വേണ്ട സ്വഭാവമാണ് സുഹൃദ് എന്ന് പറയുന്നത്, ദുനിയാവിനോടുള്ള വിരക്തി. അൻ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഖാല,
ഇമാം ഹസൻ ബസ്രി പറയുന്നു, ലാ തസാലു കരീമൻ അലന്നാസ് ഔ ലാ യസാലു അന്നാസു യുക്രിമൂനക. ജനങ്ങൾ നിന്നെ ആദരിച്ചുകൊണ്ടേയിരിക്കും, ആളുകൾ നിന്നെ വില വെക്കും. അല്ലെ, ചിലപ്പോ നമുക്ക് പലപ്പോഴും തോന്നും ആളുകൾക്ക് എന്നെ ഒരു വിലയില്ല, എനിക്ക് തരേണ്ട സ്ഥാനം തരുന്നില്ല, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ആളുകൾ നമ്മെ വില വെക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? വില വെക്കാനുള്ള മാർഗം എന്താണ്? അദ്ദേഹം പറയാൻ ഹസൻ ബസ്രി പറയുകയാണ്, മാലം തആതമാ ഫി ഐദീഹിം, അവരുടെ കയ്യിലുള്ളത് നീ വാങ്ങാതിരുന്നാൽ അവർ നിന്നെ ബഹുമാനിക്കും. അല്ലെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിന്നെ ബഹുമാനിക്കും. മാന്യന്മാരാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫൈദാ ഫഅൽത ദാലിക, നീ അത് ചെയ്താൽ, അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ തുടങ്ങിയാൽ, ഇസ്തഖഫു ബിക, അവർ നിന്നെ നിസ്സാരനായി കാണും. വകരിഹു ഹദീസക, നിന്റെ സംസാരം അവർ വെറുക്കും. വഅബ്ഗളൂക, അവർ നിന്നെ വെറുക്കും. പുറമേക്ക് ചിലപ്പോൾ അവർ ഭംഗിവാക്കൊക്കെ പറയും, പക്ഷെ മനസ്സിൽ അവർക്ക് വെറുപ്പായിരിക്കും. അപ്പോ ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമുക്ക് നമ്മുടെ നിലയും വിലയും നിലനിർത്താനുള്ള മാർഗം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പാത്രം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ അത്രയും അളവ് നിന്റെ വില അയാളുടെ മനസ്സിൽ കുറയും. അത് ഉറപ്പിക്കാം. ഏതൊരാളുടെ അടുത്ത് നിന്നാണെങ്കിലും ഒരല്പം ഒരു സഹായം അയാൾ നിന്ന് വാങ്ങിയാൽ അതനുസരിച്ച് നമ്മുടെ സ്ഥാനം അയാളുടെ മനസ്സിൽ കുറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ആർക്കാണ് സാധിക്കുക? സുഹൃത്തുള്ള ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ദുനിയാവിൽ വിരക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഖാല മുഹമ്മദ് ബിനുൽ ഹനഫിയ്യ, മുഹമ്മദ് ബിനുൽ ഹനഫിയ്യ എന്ന് പറയുന്നത് താബിഇയാണ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹത്തിന് ഒരു അടിമയിലുണ്ടായിട്ടുള്ള മകനാണ് മുഹമ്മദ് ബിനുൽ ഹനഫിയ്യ. അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ തആല ജഅലൽ ജന്നത സമനൻ ലിഅൻഫുസികും, നിങ്ങളുടെ നഫ്സിന് അള്ളാഹു ഇട്ട വിലയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഒരു മുഅ്മിന്റെ ജീവിതത്തിന്, അവന്റെ മനസ്സിനും അവന്റെ ശരീരത്തിനും അള്ളാഹു കൊടുത്ത വിലയാണ് സ്വർഗം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും, അള്ളാഹു മുഅ്മിനീങ്ങളുടെ സമ്പത്തും ശരീരങ്ങളും വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹും അൽ ജന്ന, സ്വർഗത്തിന് പകരമായിട്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വില സ്വർഗമാണ്. ഫലാ തബീഉഹാ ബിഗൈരിഹാ, അതുകൊണ്ട് വേറെ ഒരു വിലക്ക് നിങ്ങൾ അതിനെ വെക്കരുത്. ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു മുതലുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരാൾ പറഞ്ഞു 10 കോടി തരാം ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കച്ചവടം ഉറപ്പിച്ചിരിക്കാൻ. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് ചെറിയൊരു വിലക്ക് 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് അത് വിറ്റാലോ എന്തായിരിക്കും? എത്രമാത്രം വിട്ടികളായിരിക്കും നമ്മൾ. 1-2 വർഷം കഴിഞ്ഞാൽ ഇത്രയും കോടി തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം 1 കോടി കൊണ്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ അള്ളാഹു വലിയൊരു വിലയിട്ടിട്ടുള്ള ആളാണ് നമ്മൾ ഓരോരുത്തരും. മുഅ്മിനാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ വലിയ വിലയുണ്ട്. അതിനുള്ള വിറ്റുകളെയാ, എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാഹബന്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി, ആളുകൾക്കിടയിലുള്ള ഒരു പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗം അള്ളാഹു വിലയിട്ടിരിക്കുന്ന ഈ മനസ്സും ശരീരവും നമ്മൾ വിൽക്കരുത് എന്നാണ് മുഹമ്മദ് ബിൻ ഹനഫിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. وقال محمد بن علي رحمه الله كان لي أخ في عيني عظيم, എന്റെ ഒരു സഹോദരനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്നു. وكان الذي علمه في عيني صغر الدنيا في عينيه, എന്താണ് അയാളെ ബഹുമാനിക്കാനുള്ള കാരണം? എന്റെ കണ്ണിൽ അയാളുടെ വലുപ്പം കൂടാൻ കാരണം അയാളുടെ കണ്ണിൽ ദുനിയാവ് ചെറുതായിരുന്നു. അങ്ങനെ ദുനിയാവ് വില വെക്കാത്തത് കൊണ്ട് അയാളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ സലഫുകൾ ഒരാളെ സുഹൃത്താക്കാനും ഒരാളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കാരണമായ വിഷയമാണ്, ഒരു വിശേഷണമാണ് ദുനിയാവിനെ വിലവെക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ്. ദുനിയാവിന്റെ പിന്നാലെ ആർത്തി പിടിച്ച് നടക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ. അവന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നേരെ മറിച്ച് ദുനിയാവിനെ നിസ്സാരമായി കാണുന്ന ആളായതുകൊണ്ട് അവൻ എന്റെ മനസ്സിൽ വിലയുള്ളവനായിരുന്നു. عن عبد الرحمن بن زيد بن أسلم رحمه الله قلت لأبي حازم يوما إني لأجد شيئا يحزنني. താബിഈങ്ങൾ അല്ലെങ്കിൽ തബഉ താബിഈങ്ങളാണ് അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലമും അബു ഹാസിമും. അദ്ദേഹം അബു ഹാസിമിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം അറിയപ്പെട്ട മുഫസ്സിറാണ്, ഇമാമാണ്. അദ്ദേഹം തന്റെ സുഹൃത്തായ അബു ഹാസിം റഹിമഹുല്ലാഹു തആലയോട് പറഞ്ഞു, ഇന്നി ലഅജിദു ഷൈഅൻ യുഹ്സിനുനി, എനിക്കൊരു ദുഃഖം അനുഭവപ്പെടുന്നു, മനസ്സിലൊരു വിഷമമുണ്ട്. അപ്പോ മനുഷ്യൻ അല്ലാഹു തആല വിധിച്ചിട്ടുള്ള കാര്യമാണ് ഇടയ്ക്ക് വിഷമം ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ ഖൽബ് ഇപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കില്ല. ഖാല, അദ്ദേഹം ചോദിച്ചു, വമാ ഹുവ ഇബ്നു അഖി, എന്താണ് നിന്റെ വിഷയം? ഖാല ഹുബ്ബി ലിദ്ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹം, അതാണ് ദുഃഖം. അതായത് ദുനിയാവിനോട് എനിക്കിപ്പോ കുറച്ചായിട്ട് ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട്, അതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ വിഷമങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ദുനിയാവ് കിട്ടാത്തായിരിക്കും വിഷമം, അതല്ല, ദുനിയാവിനോടൊരു ഹുബ്ബ് മനസ്സിൽ തോന്നുന്നു എന്നതാണ് വിഷമം. ഫഖാല ലി ഇഅ്ലം ഇബ്ന അഖി, എന്റെ സഹോദരപുത്ര. അപ്പൊ സലഫുകള് പരസ്പരം യാ അഖി എന്നാണ് വിളിച്ചിരുന്നത്, എന്റെ സഹോദര. പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ ഇബ്ന അഖി, എന്റെ സഹോദരന്റെ മകനെ. അതുപോലെ പ്രായം കൂടുതലുള്ള ആളാണെങ്കിൽ യാ അമ്മി, എന്റെ എളാപ്പ മുത്താപ്പ, അങ്ങനെയായിരുന്നു അവര് പരസ്പരം വിളിച്ചിരുന്നത്. അന്ന ഹാദാ ശൈഅ മാ ഉആതിബു നഫ്സി അലാ ഹുബ്ബി ഷൈഇൻ ഹബ്ബഹു അല്ലാഹു തആല ഇലയ്യ.
അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇട്ടു തരുന്ന ഒരു ഇഷ്ടം, അതിന്റെ പേര് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ദുനിയാവിനുള്ള ഹുബ്ബ് അള്ളാഹ് മനുഷ്യന് കൊടുത്തിട്ടുള്ള കാര്യമാണ്. വഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യ പ്രകൃതമാണ് ദുനിയാവിനോട് ആർത്തി ഉണ്ടാവുക, സ്നേഹമുണ്ടാവുക എന്നുള്ളത്. لأن الله سبحانه وتعالى قد حبب هذه الدنيا إلينا, കാരണം അള്ളാഹു നമ്മോട് ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയതാണ്. ولكن لتكن معاتبتنا أنفسنا في غير هذا, പക്ഷേ നമ്മൾ മറ്റൊരു വിഷയത്തിലാണ് സ്വയം പഴിക്കേണ്ടത്. അല്ലാ യദ്ഊന ഹുബ്ബുഹാ ഇലാ അൻ നഅഖുദ ശൈഅൻ മിൻ ശൈഇൻ യക്റഹുഹു അല്ലാഹ്, നമ്മുടെ ഈ സ്നേഹം കൊണ്ട്, ദുനിയാവിനോടുള്ള സ്നേഹം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതാണ്, അതിന്റെ പേരിൽ അള്ളാഹു വെറുക്കുന്ന എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കുക, ആ ഹുബ്ബ് കൊണ്ട് ഹറാമോ കറാഹത്തോ ആയതെന്തെങ്കിലും സമ്പാദിക്കുക. വഅല്ലാ തംനഅ ശൈഅൻ മിൻ ശൈഇൻ അഹബ്ബഹു അല്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഇത് നമ്മെ തടയുക, ദുനിയാവിനോടുള്ള സ്നേഹം. ഇപ്പൊ കച്ചവടം കൊണ്ട് ജമാഅത്തിൽ നിന്ന് പിന്നോട്ട് പോവുക, ഇൽമു പഠിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുക, അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളായ ആളുകളുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ മുറിച്ച് തെമ്മാടികളുമായി ബന്ധം ചേർക്കുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹറാമ് ചെയ്യിപ്പിക്കുകയോ ഒരു നല്ല കാര്യത്തിൽ നമ്മെ വിടുവിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സ്വയം പഴിക്കേണ്ടത്. ഫഇദാ നഹ്നു ഫഅൽനാ ദാലിക, അതിൽ നമ്മൾ നല്ല നിലപാടിലാണെങ്കിൽ, ഈ പറഞ്ഞതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒന്നും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, അള്ളാഹു വെറുക്കുന്ന ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ലാ യദുറുനാ ഹുബ്ബുനാ ഇയ്യാഹ, ദുനിയാവിനോടുള്ള സ്നേഹം ഒരിക്കലും നമുക്ക് ഉപദ്രവം വരുത്തുകയില്ല. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുറെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യബോധം ഉണ്ടാകണം. ദുനിയാവിനോടുള്ള ഹുബ്ബ് പൂർണ്ണമായും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യേണ്ടതില്ല. ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാകും. ദുനിയാവിനോടുള്ള ഹുബ്ബ് മനുഷ്യരുടെ മനസ്സിലില്ലെങ്കിൽ ഈ ദുനിയാവിൽ വല്ല കച്ചവടം നടക്കുമോ, ഈ ദുനിയാവിൽ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോകും? ഉണ്ടാവുകയില്ല. പക്ഷേ അത് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് തടസ്സമാകരുത്, ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ തടസ്സമാകരുത്. عن سفيان الثوري رحمه الله قال جاء ابن لسليمان بن عبد الملك, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഒരു ഉമവി ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഒരു മകൻ വന്നിട്ട് ഫജലസ ഇലാ ജംബി ത്വാവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് എന്ന താബിഈയായ പണ്ഡിതൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു. ഫലം യൽതഫിത് ഇലൈഹി, അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ത്വാവൂസ് ഇബ്നു കൈസാൻ ആലിമാണ്, അദ്ദേഹത്തിന്റെ സദസ്സിൽ രാജകുമാരനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ ആലിം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ജലസ ഇലൈക ഇബ്നു അമീറുൽ മുഅ്മിനീൻ ഫലം തൽതഫിത് ഇലൈഹി, അമീറുൽ മുഅ്മിനീന്റെ മകൻ വന്നിരുന്നിട്ട് നിങ്ങൾ എന്താണ് തിരിഞ്ഞു നോക്കാത്തത്? ഫഖാല അറദ്തു അൻ യഅലമ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഞാൻ ബോധപൂർവ്വം തിരിഞ്ഞു നോക്കാതിരുന്നതാണ്. അവനൊരു ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിച്ചിട്ട് മാത്രമല്ല ഇൽമു പഠിപ്പിക്കൽ, അവനെ അവഗണിച്ചുകൊണ്ട് ഒരു പാഠം പഠിപ്പിച്ചതാണ്. അതെന്താണ്? അന്ന ലില്ലാഹി ഇബാദൻ യസ്ഹദൂന ഫീമാ ബൈന യദൈഹി, അവന്റെ മുന്നിലുള്ള സാധനങ്ങൾ, അതായത് രാജാവിന്റെ കൊട്ടാരത്തിലുള്ള പണവും അധികാരവും ഒക്കെ, അതിലൊന്നും താല്പര്യമില്ലാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട് എന്നവനെ ഞാൻ അറിയിക്കുകയാണ് എന്ന് ത്വാവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മറ്റൊരു ദിവസം വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ട ഇൽമ് പിന്തുടരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും നമുക്കെതിരെ ഒരു ഹുജ്ജത്താക്കാതെ അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.